أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهر لنا بهذا المحضر وتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച നമ്മൾ റായിസിന്ന് തരീഖത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗമായിരുന്നു നോക്കുന്നത്. അത് നമ്മൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു ആരിഫിന്റെ ഒരു അവസ്ഥനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ആരിഫ് അവന് ദുനിയാവിലും അവന്റെ ബസീറത്ത് കൊണ്ട് അവന്റെ ഉൾക്കാഴ്ച കൊണ്ടാണ് അള്ളാഹുവിനെ കാണുക. പരലോകത്തും അവന്റെ ഉൾക്കാഴ്ച കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കാണുക. അപ്പൊ അതിന് ആ വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദർശനം നിർത്തിയിരുന്നത്. അപ്പൊ അതിന്റെ തുടർ ഭാഗമാണ് പറയുന്നത്. ആ ആരിഫിനെ പറ്റി എന്നെ പറയുന്നത്. ഫായത്തുഹു, ആ ആരിഫിന്റെ അന്നൽ ആരിഫിന്റെ ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് അന്നൽ ആരിഫ ഫി ദുനിയ വല്ലാഹിറ യുഹിസ്സു ബി ജമീഇ ദാതിഹി അന്നഹു ഫി ഹദ്റതി ജല്ല വഅല. ആരിഫ് അനുഭവിക്കലാണ് ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ദാത്ത് പരിപൂർണമായും അള്ളാഹുവിന്റെ ഹദ്റത്തിലാണെന്ന് അവൻ അനുഭവിക്കലാണ്. ദുനിയാവിലും ആഖിറത്തിലും അവന് വ്യത്യസ്തമായ അനുഭവങ്ങളില്ല. ദുനിയാവിലാണെങ്കിലും അവൻ അള്ളാഹുവിന്റെ ഹദ്റത്തിലാണ്, പൂർണ്ണമായും അള്ളാഹുവിന്റെ ഹദ്റത്തിലാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ്. പരലോകത്തും അവൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ് എന്ന് അവൻ അനുഭവിക്കലാണ്. ഇതാണ് ആരിഫിന്റെ ഉന്നതമായ അവസ്ഥ. അങ്ങനെ അവൻ സംഭവിക്കുമ്പോൾ എന്താണ് അവനിലേക്ക് ഉണ്ടാവുക? ഫതസുബ്ബു അലൈഹി സവാഇഖുൽ ഖഹർ, അള്ളാഹുവിന്റെ ഖഹറിന് അടിച്ചമർത്തലിന്റെ ശക്തമായ ആഘാതങ്ങൾ അവനിലേക്ക് ഒഴുകും. അവാസിഫുൻ നൂർ, അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള കൊടുങ്കാറ്റ് അവനിലേക്ക് അടിക്കും. ബിഹാർ, ഇതിനൊക്കെ അർത്ഥം ഒരു ഭൗതികമായ ഒരു ഒരാൾ നമ്മളെ വീണ് ഇടിച്ച് താത്തുന്നു, അല്ലെങ്കിൽ ഒരു കാറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ പ്രകാശത്തിന് കാറ്റ് ഇങ്ങനെ ഓടി വരുന്നു എന്നല്ല. ഇതൊക്കെ ആത്മീയമായ അനുഭവങ്ങളെ വർണ്ണിക്കുകയാണ്. വാവാസിഫുൻ നൂർ, ആത്മീയമായ പ്രകാശങ്ങളുടെ കൊടുങ്കാറ്റ് അവനിലേക്ക് ഒഴുകിയെത്തും. ബിഹാറുൽ ഹുറുഖ, ഹുറുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആളെ നിന്ന് വിരഹത്തിലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന തീവ്രമായ ഒരു വേദനയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു വിരഹം കൊണ്ടുള്ള തീവ്രമായ വേദനയുടെ സാഗരം നമ്മളിലേക്ക് ഒഴുക്കപ്പെടും. വസമാ ഉല്ലദ്ദ, ആത്മീയമായ ലദ്ദത്തിന്റെ ആത്മീയമായ അനുഭൂതികളുടെ ആകാശം നമുക്ക് വേണ്ടി വിരിക്കപ്പെടും. വശംസുൽ ഇഷ്റാഖ്, ആത്മീയമായ വെളിച്ചത്തിന്റെ സൂര്യൻ നമ്മളെ മുമ്പിൽ പ്രകാശിപ്പിക്കപ്പെടും. വൽ മൗത്തുൽ ഗൈബ, അല്ലാഹു അല്ലാത്ത എല്ലാം നമ്മളിൽ നിന്ന് മരിച്ചു പോകും. വനബാത്തുൽ ഗൈസ്, ആത്മീയമായ മഴ നമ്മളിലേക്ക് വർഷിച്ച് അത് മൂലം നമ്മളിൽ നിന്ന് ആത്മീയമായ തൊഴിലുകൾ നമ്മളെ ഹൃദയത്തിൽ നിന്ന് മുളച്ചു പൊന്തും. വൻ സിബാബുൽ ഉൻസ്, അതുപോലെ തന്നെ ആത്മീയമായ ചെങ്ങാത്തത്തിന്റെ, അല്ലാഹു ഉൻസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു ചെങ്ങാത്തമാണ്, ഒരു കൂട്ടുകെട്ട്. ആ ചെങ്ങാത്തം നമ്മളിലേക്ക് ഒഴുകിയെത്തും. റഅദുൽ ഖൗഫ്, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പേടിയുടെ ഇടി നമ്മളിലേക്ക് വന്നെത്തും. വബറഖുൽ ജദ്ബ്, ആത്മീയമായ ജദ്ബ്, ഒരു അള്ളാഹുവിലേക്കുള്ള ഒരു ഉൾവലിവ്, അതിന് ജദ്ബ് എന്ന് പറയാം. അതിന്റെ മിന്നൽ പ്രളയങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. വദമ്മു സിർ, ദൈവികമായ സിറിന്റെ രഹസ്യത്തിന്റെ രക്തം നമ്മളിലേക്ക് ഒഴുക്കപ്പെടും. വസംതുൽ വസൽ, അതുപോലെ തന്നെ ആത്മീയമായ യോജിപ്പിന്റെ ഒന്നിക്കലിന്റെ മൗനം നമ്മൾക്ക് മുമ്പിൽ വെളിവാക്കപ്പെടും. വജന്നത്തുൽ ഹുസ്ൻ, ആത്മീയമായ ദൈവികമായ സൗന്ദര്യത്തിന്റെ സ്വർഗം നമ്മളെ മുമ്പിൽ പ്രകാശിക്കപ്പെടും.
വൗദിയത്തുൽ ഇൽം, ദൈവികമായ അറിവിന്റെ തായ്വരകൾ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കപ്പെടും. വയൂനിൽ ഹിൽം, ദൈവികമായ ക്ഷമയുടെ നീരുറവ നമ്മിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. വാർസു സബർ, ദൈവികമായ ക്ഷമ ക്ഷമയുടെ അർശിലായി, സിംഹാസനത്തിലായി നമ്മൾ ഇരിപ്പിടം കണ്ടെത്തും. വഖലമുൽ ഫഹം, ആത്മീയമായ ബോധ്യങ്ങളുടെ, ആത്മീയമായ ഗ്രാഹ്യതകളുടെ പേന നമ്മളെ മുമ്പിൽ വെളിവാക്കപ്പെടും. വറഅദു തമ്മീസ്, അതായത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു അവസ്ഥയുടെ സുഖസമൃദ്ധി നമ്മൾക്ക് മുമ്പിൽ കാണിക്കപ്പെടും. വഹിസ്ബുൽ ഇഷാറ, അതുപോലെ തന്നെ ഫലഭൂഷ്ഠിതയുടെ ഇഷാറത്താവുന്ന, ദൈവികമായ ഇഷാറത്താവുന്ന ഫലഭൂഷ്ഠിതമായ ഒരവസ്ഥ നമ്മളെ മുമ്പിൽ കാണിക്കപ്പെടും. ഇതൊക്കെ ഉണ്ടായിത്തീരുക. എപ്പോഴും ഉണ്ടായിത്തീരുക, നമ്മള് ദുനിയാവിലും ആഖിറത്തിലും അള്ളാന്റെ സാന്നിധ്യത്തിന് മുമ്പിലാണ്. അള്ളാന്റെ സാന്നിധ്യമല്ലാത്ത ഒന്നും ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. ഏതൊരു ഘട്ടത്തിലാണെങ്കിലും, ഏതൊരു സ്ഥലത്താണെങ്കിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും, ഏത് അനുകൂല സാഹചര്യത്തിലാണെങ്കിലും അള്ളാന്റെ സാന്നിധ്യമല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല എന്നൊരാൾക്ക് ബോധ്യം വന്നാൽ അവനിലേക്ക് ഒഴുക്കപ്പെടുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ശൈഖ് അവർകള് വർണ്ണിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? വല്ലാഹിറുഹു, നമ്മൾ കണ്ട് ആത്മീയമായ യാത്ര ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നമ്മൾ ആ തുടക്കത്തിലുള്ള വർണ്ണനകളെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അതിനൊരൊക്കെ എൻഡ് ഉണ്ട്, ഒരു അവസാനമുണ്ട്. അവസാനം ഏറ്റവും വലുത്. വാഹിറു, അവസാനം എന്താണ്? റുജൂലൽ ഇലൽ ഹിസ്, അവന്റെ ശരീരത്തിലേക്ക് തന്നെ മടങ്ങിയെത്തലാണ്. ഇതൊക്കെ അനുഭവിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാനല്ല നമ്മോട് അള്ളാഹ് പറഞ്ഞത്. നമ്മൾ ശരീരത്തിലേക്ക് തന്നെ, സാധാരണ ഒരു രൂപത്തിലേക്ക് തന്നെ മടങ്ങി വരലാണ്. അതിലേക്ക് തന്നെ മടങ്ങലാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. മഷ്റബൻ സിറിൽ ഖൗൻ, എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവനിലേക്ക് മടങ്ങി വന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പാനം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതിന്റെ കള്ള് പാനം ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ അവൻ സൃഷ്ടിയുടെ അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിപ്പുണ്ടാക്കിയത്, ആ സൃഷ്ടിയുടെ കള്ള് പാനം ചെയ്യുന്നൊരവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാവുക. അഖലൻ ഇൽമൽ ഗൈബ്, എന്നിട്ട് അവൻ അതിൻ്റെ കൂടെ അള്ളാഹു ഒഴുക്കുന്ന ആന്തരികമായ ജ്ഞാനങ്ങളെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാവുക. അപ്പൊ അവന് പാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ, അവൻ കുടിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളായിരിക്കും. അവൻ തിന്നുന്നത് അള്ളാഹു ഇതിന്റെ ഐബിയായ അറിവുകളായിരിക്കും. വഖാശിഫുൻ നിഖാബ് തൈഷ്, അവന് മുമ്പിൽ എന്ത് ചെയ്യും? നിക്കാബ് എന്ന് പറഞ്ഞാൽ ഈ മുഖം മൂടുന്നതിനാണല്ലോ നിക്കാബ് എന്ന് പറയാം. അപ്പൊ മൗഢ്യത്തിന്റെ മുഖം മൂടി അവന് മുമ്പിൽ വെളിവാക്കപ്പെടും. സാബിത്തൻ ജബലൻ, അവനെ അങ്ങനെ ഒരു പർവ്വതമാക്കി സ്ഥാപിക്കപ്പെടും. കരീമൻ, ഔദാര്യമുള്ള ഒരു പർവ്വതം. അവൻ സ്വയം പർവ്വതമായി നിൽക്കുക മാത്രമല്ല, ആ പർവ്വതത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ഒരു ഔദാര്യമുള്ള ഒരു പർവ്വതമായ അള്ളാഹു അവനെ സ്ഥാപിക്കും. ബിമാഫിഹി സ്വാലിഹി, അതിലെന്തുണ്ട്? നല്ല കൃഷി നടത്താൻ പറ്റും. വരിബഹ്, അതുപോലെ നല്ല വിളവ് കിട്ടും. ഖമാ തകൂനു ജുസ്സത്തുൽ ആമ ഫി ശംസ്, അവന് ഏതുപോലെ ആയി മാറും? സൂര്യന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അന്ധനെ പോലെ, അന്ധന്റെ ശരീരം പോലെ ആവും. അപ്പൊ ഉന്നതമായ മാരിഫത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് എന്ത്? ഉന്നതമായ മാരിഫത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് സാധാരണഗതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വരലാണ്. സാധാരണ ശരീരത്തിലേക്കും ലോകത്തിലേക്കും മടങ്ങി വരലാണ്. അവിടെ അവനെ ആയിത്തീരും. എങ്ങനെ? അതിന് ഉദാഹരണം പറഞ്ഞത്, ഒരു സൂര്യന്റെ മുമ്പിൽ ഒരു അന്ധൻ നിൽക്കുന്ന പോലെ ആയിരിക്കും അവൻ ഉണ്ടാവുക. ആമാ ഫി ശംസ് വലാ യശുക്കു അന്നഹു ഫിഹാ, അവന് ആ അന്ധന് എന്തില്ല? അന്ധന് സൂര്യനെ കാണുന്നില്ല, പക്ഷെ അവനൊരു സംശയമില്ല. എന്തുകൊണ്ട്? ബി ഹറാറത്തിഹ വ ഖുവ്വത്തി സൗരത്തിഹ, ആ സൂര്യന്റെ ഹറാറത്ത് കൊണ്ട്, അതിന്റെ ചൂട് കൊണ്ടും അതിന്റെ ശക്തി കൊണ്ടും ഒന്നും അവന് ഒരു സംശയമില്ല. സൂര്യന്റെ ചൂടിലാണ് അവൻ ഉള്ളത്. ഒരാള് ഹഖായിഖുകളിലൂടെയൊക്കെ കടന്ന് അവൻ സൃഷ്ടിയിലേക്ക് മടങ്ങി വരലാണ് അവന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. സൃഷ്ടിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത്
അവന്റെ അവന്റെ ആത്മീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ മറയിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലെ ആയിരിക്കും. അപ്പോ ആ മറയിലായി നിൽക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? അവൻ അറിയുന്നുണ്ട് ഇത് മറയാണെന്ന്. ആ മറക്ക് പിന്നിൽ ഹക്കുണ്ടെന്നും അവനറിയാം. ആ ഒരു അവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാവുക. ആ മറയുമുണ്ട്, മറക്ക് പിന്നിൽ ഹക്കുണ്ടെന്ന് അവനറിയാം. ഇതിന് ഉദാഹരണമാണ് ഒരു അന്ധനായ മനുഷ്യൻ സൂര്യന്റെ താഴെ നിൽക്കുന്നത് പോലെ. അപ്പൊ അന്ധനായ മനുഷ്യന് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, ശരിയാണ്, മറയിലാണ്. പക്ഷെ സൂര്യന്റെ ചൂടും സൂര്യന്റെ പ്രകാരവും അവനെ ഏൽക്കുന്നതിലൂടെ അവിടെ സൂര്യനുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവും. ആ ഒരു അവസ്ഥ എത്തിക്കലാണ് ഒരാളുടെ ഉന്നതമായ അവസ്ഥ. വലായതിരി കൈഫക്കാലത്തിൽ അന്നഹു ആമാഹിൽക്കത്തൻ. കാരണം അവൻ അന്ധനായിട്ട് തന്നെ ജന്മനാ അന്ധനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാ സംഭവിക്കണം അവൻ അറിയേണ്ടതില്ല. വലഹു മസലുൽ ആല. അള്ളാഹുവിന് വലിയ മസലുകൾ, വലിയ ഉദാഹരണങ്ങളുണ്ട്. ഫഹുവൽ ഹഖുൽ യഖീൻ വൈൻ ഹുജിബ വൈൻദഹു ഇൽമുൽ യഖീൻ. ഇതാണ് ഹഖുൽ യഖീൻ. ഒരാള് ഉന്നതമായ മാരിഫത്തിന്റെ അവസ്ഥ എത്താന്ന് പറഞ്ഞാൽ ഈ മറയിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് അവന് മാറലാണ്. അത് സൃഷ്ടിയിലേക്ക് മടങ്ങി വരലാണ്. ആ സൃഷ്ടിയുടെ മറനെ, ഹിജാബുൽ ആദം, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ മറനെ സാക്ഷ്യം വഹിക്കലാണ്. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അതിനെയാണ് ഹഖുൽ യഖീൻ എന്ന് പറയുന്നത്. വൈൻ ഹുജിബ. ഇനി അവൻ അതിൽ നിന്ന് മറന്നിട്ടാണോ? ഇനിയിപ്പോ അവന് ഫീൽ ചെയ്യുന്നില്ല, ഈ ചൂട് അനുഭവപ്പെടുന്നില്ല, ഈ പ്രഹരം അവന് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവൻ ഇൽമുൽ യഖീനിലാണ്. കാരണം ഇത് ആസ്വദിക്കുന്നവരുടെ വാക്ക് അവൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ഇൽമുൽ യഖീനിലാണ്. ലാകിന്നഹു ബലആയത്തുൽ ഇഖ്ലാസ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവര് ഉന്നതമായ ഇഖ്ലാസിന്റെ ഉടമകളാണ്. എന്തുകൊണ്ട്? ഹത്താ, എത്രത്തോളം? സാറ മിൻ ജുംലത്തിൽ മഫ്തൂഹി അലൈഹിം ബിഹൈസു ലം യതഅറദു ലിൽ ഫതഹ്. അവരിൽ ആരെങ്കിലും മഫ്തൂഹി അലൈയാണെങ്കിൽ, അതായത് ഫത്ഹായ ആളാണെങ്കിൽ പോലും ആ ഫത്ഹായ ആള് എന്ത് ചെയ്യൂല, ആ ഫത്ഹിന് തേടിയിട്ടില്ല, ആ ഫത്ഹിന് ഒരു തേട്ടം അവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, അതിനൊരു കാരണം ചോദിച്ചിട്ട് അള്ളാഹിനോട് എനിക്ക് ഫത്ഹ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അവർ ഉന്നതമായ ഇഖ്ലാസിന്റെ ഉടമകളാണ്. എന്ത് കാരണം കൊണ്ടാണ് ആ ഉന്നതമായ ഇഖ്ലാസിന്റെ ഉടമകളാവുന്നത്? അവരെ ഫത്ഹിനെ അവർ തേടിയിട്ടില്ല എന്ന കാരണം കൊണ്ടാണ്. എനിക്ക് ഫത്ഹ് കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ ത്വരീഖത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് സഹാബാക്കളുടെയും തിജാനികളുടെയും ഒക്കെ ആത്മീയമായ രുചിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് അടിമനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഐബാണ്, ഒരു മോശത്തരാണ്. എന്ത്? അള്ളഹാനോട് എന്തെങ്കിലും ചോദിക്കല്, എനിക്ക് ഫത്ഹ് കിട്ടണം എന്നൊക്കെ, എനിക്ക് ഫത്ഹ് ആവണം, എനിക്ക് പെട്ടെന്ന് ഫത്ഹ് ആവണം, എന്താ എനിക്ക് ഫത്ഹ് ആവത്തെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഐബാക്കല്ലേ നമ്മൾ പറയല്ലേ, നാടൻ ഭാഷയിൽ പറയുമല്ലോ ഐബാക്കല്ലേ, അതേപോലെ കുറവുള്ള പരിപാടിയാണ്. ഒരു അടിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഐബായിട്ടുള്ള കാര്യം, ഐബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോശത്തരം എന്താണ്? അവന്റെ മൗലയോട് വല്ലതും ആഗ്രഹിക്കലാണ്, ചോദിക്കലാണ്, എനിക്കിതൊക്കെ കിട്ടണം, എനിക്ക് ഇന്നെ അറിയണം, എനിക്ക് ഫത്ഹ് ആവണം എന്നൊക്കെ അവനോട് ചോദിക്കുന്നതാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഐബായ കാര്യം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മശായിഹന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയാറുള്ളത്, ഫത്ഹിന്റെ തുടക്കം ഫത്ഹിനെ ആഗ്രഹിക്കാതിരിക്കലാണ്. കാരണം അടിമയ്ക്ക് യോജിച്ചതല്ല. അടിമ അള്ളാഹിനോട് എനിക്ക് വേണം, എനിക്കിത് കിട്ടണം, എനിക്കിത് വേണം എന്നൊക്കെ പറയല് അടിമയ്ക്ക് യോജിച്ച കാര്യമല്ല. അള്ളാഹു അവനോട് പറയും, ഈ എന്റെ പണി നോക്ക്, എന്റെ പണിയല്ലല്ലോ ഇത് എന്നോട് വന്നത് ചോദിക്കല്. അതായത് ഈ എന്റെ അടിമല്ലേ, അടിമ ഓരോ കാര്യം യജമാനോട് ചോദിക്കാന്ന് പറയുന്നത് അടിമത്വത്തിന് യോജിച്ചതാണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അടിമനോട് അല്ല പറയും, അടിമ നീ എന്റെ പണി ചെയ്യ്, ഫാൻ തബീം മറഅൻ മിന്ന, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതന്നെ എനിക്ക് മതിയായതാണ്, എന്റെ പണി ചെയ്താൽ മതി. ഇത് എന്റെ അടുത്തുനിന്ന് എന്നെ അറിയണം, കാണണം എന്ന് ചോദിക്കാൻ നിനക്കത് കയറില്ല. ഒരു അടിമ അവന്റെ ഉടമയെ കണ്ടുകൊണ്ട് ആണ് ഹിദ്മത്ത് ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കാം.
ഒരു അടിമ അവന്റെ ഉടമനെ കണ്ടുകൊണ്ടാണ് ഹിദ്മത്ത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ ആ അടിമ ഉടമനെ കാണാതെയാണ് ഹിദ്മത്ത് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലും രണ്ടും ഒരുപോലെയാണ്. അടിമനെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിൽ രണ്ടും ഒരുപോലെയല്ലേ. അടിമക്ക് യജമാനനുസരിക്കൽ മാത്രമല്ലേ ഉത്തരവാദിത്തമുള്ളൂ. അനുസരിക്കുമ്പോ യജമാനെ കാണണമെന്ന് പറയൽ അടിമന്റെ രീതിയിൽപ്പെട്ടതാണോ? അപ്പൊ അടിമ കാണാൻ പറ്റിയാൽ ഓക്കെ, കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഓക്കെ, രണ്ടും അവൻ ഒരുപോലെ ആയിരിക്കണം. ഹിജാബ്, ഈ ചിലപ്പോ അടിമ തന്നെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഉടമ അവനായിട്ട് തെരഞ്ഞെടുക്കും എന്ത്, മിൻ വറായിൽ ഹിജാബ്, അവനെ ഒരു ഹിജാബിന്റെ കീഴിലായിട്ട് അവന് ഹിദ്മത്ത് ചെയ്യാൻ വിടുക എന്നുള്ളത്. അതായത് അവന് ഹിജാബിന്റെ കീഴിൽ മറ വെച്ചുകൊണ്ട് അവനെ ഹിദ്മത്തിൽ വെക്കുക എന്നുള്ളത് അടിമന്റെ തെരഞ്ഞെടുപ്പായിരിക്കും. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയാണ്? ആ ഹിദ്മത്ത് ചെയ്യുന്ന സമയത്ത് അവന്റെ ഔറത്ത് വെളിവാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ കുറെ ത്വരീക്കത്തിൽ വന്നിട്ട് എനിക്ക് അള്ളാനെ അറിയാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇത്ര കാലായി വന്നിട്ട് 10 ഞാൻ ത്വരീക്കത്തിൽ വന്നിട്ട് എനിക്ക് അള്ളാനെ അറിയാൻ പറ്റില്ല, ബാക്കി അള്ളാനെ പറ്റി പറ്റുന്നില്ല, എനിക്കെന്താ അള്ളാഹ്. അപ്പൊ ചില ആൾക്കാർ അവരോട് ഇപ്പൊ 10 എന്തെങ്ങനെ നടന്നാ മതി, എനിക്ക് അറിയാൻ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ട എന്താണ്? ആ അള്ളാഹിനെ അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ അവനെ സംബന്ധിച്ചിടത്തോളം ഹൈറായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനോട് അള്ളാഹു പ്രതീക്ഷിക്കുന്ന, അവനിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആവില്ല അള്ളാഹിനെ അറിയാത്ത ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ പ്രവേശിക്കും. അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എന്താവൂല, പൊറുക്കപ്പെടൂല. ചെറിയ ചെറിയ അവരുടെ ഭാഗത്തുണ്ടാ വീഴ്ചയൊന്നും പൂർത്തരണമെന്നില്ല. അള്ളാഹിനെ അറിയാതിരിക്കുന്ന സമയത്ത് എന്താ, നമ്മൾ ചെറിയ കുട്ടികളോട് ബിഹേവ് ചെയ്യണ പോലെ, വീട്ടിൽ നമ്മൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പുറത്തെടുക്കും കുട്ടികള്. അതേസമയം വലിയ ആൾക്കാരാണെങ്കിലോ അത് പെരുമാറുന്നത്, വലിയ ആൾക്കാരാകുമ്പോൾ നമ്മളത് കൃത്യം പുറത്തെടുക്കും. എന്താ എനിക്ക് ഇത്രയും വലിയ ആളായില്ലേ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ന് നമ്മൾ അവരോട് ചോദിക്കും. പലപ്പോഴും അള്ളാഹു അവന്റെ അടിമനോട് റഹ്മത്ത് കാണിക്കുന്നത് കൊണ്ടാണ് അവന് അള്ളാഹിനെ അറിയാത്തത്. അവനെങ്ങാനും അള്ളാഹു പണിഷ് ചെയ്യാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട്? അങ്ങനെ അറിയിച്ചു കൊടുത്താൽ അവന്റെ ബാധ്യതകൾ വർദ്ധിക്കുകയും അവന്റെ ചെറിയ ചെറിയ തെറ്റുകളോ അള്ളാഹിന്റെ അടുക്കൽ വലിയ തെറ്റുകളായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിമക്ക് വേണ്ടി ഉടമയോ അല്ലെങ്കിൽ അടിമയോ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്ത്? അവനിങ്ങനെ മറയിലായി നിൽക്കുക എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് അവന്റെ ഔറത്ത്, അവനിൽ നിന്ന് വരുന്ന വീഴ്ചകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലുതല്ലാതായി മാറും. ഫിയാലത്തിൽ ഹിദ്മ ഔ ശൈഉൻ മിൻ സൂറത്തിഹിൽ ഖബീഹതി ഫയഖ്വ അലാ ഖിദ്മ, അതുപോലെ തന്നെ അവനിൽ നിന്ന് വെളിവാവുന്ന മോശങ്ങളായ കാര്യങ്ങൾ ഹിദ്മത്തിൽ വരുമ്പോ ഉണ്ടാവുന്ന മോശത്തരായ കാര്യങ്ങൾ അള്ളാഹിന് മുമ്പിൽ വെളിവായ പ്രശ്നമില്ലാതിരിക്കാനും വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ഭാര്യ, ആ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂപ്പര് നാട്ടിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എനിക്ക് നിങ്ങളെ കാണാനും അങ്ങോട്ട് വരണം, നിങ്ങളെ കൂടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ല, അവർ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 2 നിയ്യത്ത് കൊണ്ടാവാം. ഒന്ന്, ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടാവും, എത്രയോ കാലായില്ലേ ഈ കല്യാണം കഴിച്ചിട്ട്, എത്രയോ കാലായില്ലേ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ എന്നെ കൂട്ടിക്കൊണ്ടുപോകാത്ത, എന്നോട് സ്നേഹമില്ലായിട്ടായിരിക്കും അല്ലെ, അല്ലെ എന്നൊക്കെ കൂട്ടിക്കൊണ്ടുപോകണ്ടേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടാവും. ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഈ പെണ്ണിനൊരു പ്രശ്നം, എന്താപ്പോ ശരിയല്ലേ, മൂപ്പറിനെ കൂട്ടിക്കൊണ്ടുപോകണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്നെ കൊണ്ടാകാത്തത്, എന്നെന്താണ് അങ്ങോട്ട് വിളിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള ശാഠ്യം പിടിക്കല്. എന്നാൽ വേറൊരു ഭാര്യ ചോദിക്കണ്ടോ, പക്ഷെ എന്തല്ല ഈ ഒരു കാര്യം കൊണ്ടല്ല പറയുന്നു വിചാരിച്ചിട്ടല്ല, അവർക്ക് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട്, അവരെ കാണാനുള്ള അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. മൂന്നാമത്തെ ഒരാളുണ്ടാവും, അതും ഈ ആഗ്രഹം, എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് മറ്റേ ആൾക്ക് അറിയാലോ, എന്റെ ഭർത്താവിന് അറിയാലോ, ഞാനത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, മൂപ്പരിന് ഏറ്റവും നല്ല സമയത്ത് എന്നെ കൊണ്ടുപോയിക്കോളൂലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ആളാണ് ഏറ്റവും നല്ല ആള്.
രണ്ടാമത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒന്നാമത്തെ ആളെ ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അടിമ ഉടമയിൽ നിന്ന് ഫതഹിന് ചോദിക്കുന്നത്, അല്ലാത്തൊരു കാര്യത്തെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നത് ശരിക്ക് ഏറ്റവും വലിയ ഐബാണ്. ഒരു കുറവാണ് അടിമനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു അടിമന്റെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ശരിക്കും നമ്മള് ഫതഹിന്റെ തുടക്കം ഫതഹിനെ ആഗ്രഹിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞതിന്റെ സാരം. ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്. ഇങ്ങനൊരു സംസാരം നമ്മളെ മശായിഖന്മാർ നടത്തുമ്പോ ഫതഹിന്റെ തുടക്കം ഫതഹിനെ തേടാതിരിക്കില്ല എന്ന് പറയുന്ന ഒരു സംസാരം നമ്മൾ മശായിഖന്മാർ നടത്തുമ്പോ ആ സംസാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെ പിന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെ ഒരു കാര്യം ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ വലിയ തൗഫീഖോട് കൂടി നമുക്ക് ആ കാര്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, ഇതൊക്കെ നമ്മളുടെ സ്വന്തമായ കുറെ താല്പര്യങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ ഈ ഫതഹിനെ പോലും തേടുന്നത്, അല്ലാതെ ശരിക്കും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ വലിയ തൗഫീഖാണ്. അപ്പം ശൈഖുകൾ പറയാണ്, ഫൽ അബ്ദു ആലത്തുൻ ലിൽ ഫിഅലി സയ്യിദു, ഒരു അടിമ എന്ന് പറയുന്നത് ഉടമന്റെ യജമാനന്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ്. അവൻ ഹുവ മുഹർരിക്കു വൽ മുസക്കിനു, ഉടമയാണ് അതിനെ ചലിപ്പിക്കുന്നതും നിർത്തുന്നതും ഒക്കെ. ശരിക്കും അടിമ എന്ന് പറഞ്ഞ ഉടമന്റെ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണം അവന് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കും. അപ്പൊ അവനോട് നമുക്ക്, അള്ളാഹുവിനോട് നമുക്ക് എനിക്ക് നിന്നെ കാണണമെന്നോ അനുഭവിക്കണമെന്നോ പറയാൻ പോലും നമുക്ക് അവകാശമില്ല. കാരണം അങ്ങനെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അടിമത്തത്തിന് യോജിച്ചതല്ല. അങ്ങനെ അതേസമയം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ബോധ്യത്തിലായി നിലകൊള്ളൽ മാത്രമേ നമ്മളെ ഓപ്ഷനുള്ളൂ. അത് നമ്മൾ അള്ളാഹിനെ കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി. ഇതാണ് ശരിക്കും പരിശുദ്ധമായ ത്വരീഖത്ത്, തിജാനിയ ത്വരീഖത്ത് നമ്മളോട് കൽപ്പിക്കുന്നത്. ഫൈദ തബയ്യന ലക വജ്ഹു മാ ഖുല്ലാഹ്, നാം ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഈ വീക്ഷണം നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലായാൽ, ഫഅലം നിങ്ങൾ അറിയണം, അന്ന കുല്ലമാ ജാഅ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ വഫഅലൻ വആദതൻ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും, അത് കൗലാവട്ടെ, ഒരു സംസാരമാവട്ടെ, ഫിഅലാവട്ടെ, പ്രവർത്തനമാവട്ടെ, ആദത്തൻ ഒരു ശീലമാവട്ടെ, എന്തും നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. അതായത് ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ശീലങ്ങളും ഒക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഇൻദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആദത്ത്, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തൊരു ശീലമൊന്നും ഇല്ല. അതായത് നമ്മളിപ്പോ വിശ്വാസങ്ങൾ ശീലം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഇപ്പൊ ഞാൻ എന്ന് രാവിലെ ഇത്ര മണിക്ക് എണീക്കും, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡ്രസ്സ് ഇടും എന്നൊക്കെ പറയാൻ എന്റെ ഒരു ശീലമാണ്, ഇന്ന ഭക്ഷണം കഴിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശീലങ്ങളും നമ്മൾ അറിയണം എന്ന് പറഞ്ഞപ്പോ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസങ്ങൾക്ക് ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താണുള്ളത്, ഫൈനഹു, തീർച്ചയായും ഇന്നമാ യഅകുലു ലനാ, അവിടുന്ന് ഭക്ഷണം കഴിച്ചത്, അവിടുത്തെ ശീലങ്ങൾ ഓരോന്ന് എന്താണ്. യഅകുലു, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. വയശ്റുബു വയൻകിഹു, അവര് വെള്ളം കുടിച്ചതും, വയൻകിഹു അവർ കല്യാണം കഴിച്ചതും, വയംറദു അസുഖമായതും, വയുസാഫിറു യാത്ര ചെയ്തതും, വയുഖാത്തിലു യുദ്ധം ചെയ്തതും, വയജിലിസു ഇരുന്നതും, വയഖൂമു എഴുന്നേറ്റുന്നതും, റുക്കൂൽ പോയതും, യസ്ജുദു സുജൂദ് പോയതും, വയനാമു ഉറങ്ങിയതും ലന, എല്ലാം നമുക്ക് വേണ്ടിയിട്ടാ. റീസെന്റ് ആണെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ സിഹർ ബാധിച്ചല്ലോ, അപ്പൊ നമുക്കൊക്കെ ബാധിക്കൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ട, റസൂലുള്ളാഹിക്ക് ഒരിക്കലും സിഹർ ബാധിച്ചു നമ്മൾ പറയാൻ തന്നെ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചില്ല. റസൂലുള്ളാഹിങ്ങളെ സിഹർ തന്നെ ബാധിക്കുമെന്നും അതിന് ചില ഫലങ്ങളുണ്ടെന്നും നമുക്ക് കാണിക്കാൻ വേണ്ടി റസൂലുള്ളാഹിങ്ങൾ കാണിച്ചു തന്നൊന്നുമല്ല, അല്ലാതെ റസൂലുള്ളാഹിങ്ങൾക്ക് അത് ബാധിക്കുന്നല്ല. അപ്പൊ റസൂലുള്ളാഹിങ്ങൾക്ക് വരെ ബാധിച്ചു, അപ്പൊ നമുക്ക് ബാധിക്കില്ലേ എന്നൊക്കെ ആൾക്കാർ പറയുന്നതിന്റെ ഒരു അർത്ഥശൂന്യത, അത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അദബുകേട് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. റസൂലുള്ളാഹിങ്ങൾ ഇതൊന്നും ചെയ്തത് തങ്ങൾക്ക് വേണ്ടിയല്ല, അവിടത്തേക്ക് അസുഖമായത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവിടത്തേക്ക് സിഹർ ബാധിച്ച് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവിടത്തേക്ക് ചിലപ്പോൾ നിസ്കാരത്തിൽ മറന്നുപോയത് അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്,
ഇതൊക്കെ നമ്മൾക്ക് ബാധിക്കുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി, അല്ലാതെ അവിടത്തേക്ക് ബാധിക്കുന്നല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇതൊക്കെ ചെയ്തത്. വയബുഖി, അവിടുന്ന് കരഞ്ഞത്, വയസ്ഹദു, അവിടുന്ന് പരിത്യാഗം ചെയ്തത്, വയദ്ദഹിറു, അവിടുന്ന് സംഭരിച്ചത്, വയൽബസു, അവിടുന്ന് വസ്ത്രമുടുത്തത്, ആലിയൻ, നല്ല വസ്ത്രമുടുത്തത്, സിയാബൻ, അതായത് നല്ല വസ്ത്രം ഉടുത്തത്, വഹാഫിളത്തൻ, ആഫിളഹ, അതുപോലെ തന്നെ വില കുറഞ്ഞ വസ്ത്രം ഉടുത്തത്, തയ്യബു, അവിടുന്ന് സുഗന്ധം പൂശിയത്, അലബു, അവിടുന്ന് ദേഷ്യം പിടിച്ചത്, വയദാക്കു, അവിടുന്ന് ചിരിച്ചത്, യുറജ്ജലു, അവിടുന്ന് മുടി ചീകിയത്, യംശുതു, മുടി ഒതുക്കി വെച്ചത്, വയഫറക്കു, അത് രണ്ട് പാളികളായി മാറ്റിയത്, വയക്തഹിലു, അവിടുന്ന് സുറുമ എഴുതിയത്, വയർക്കബു ഒയ്യാനൻ, അവിടുന്ന് അവിടുന്ന് ഈ ഇതൊന്നില്ലാതെ എന്താ പറയാ, ഈ കഴുതന്റെയും കുതിരന്റെയും പുറത്ത് കയറുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീറ്റിംഗ് ഉണ്ട്, അതില്ലാതെ ഇരിക്കുന്നതിനാണ് ഒരിയാൻ എന്നറിയാം. വാല സെറജിൻ, അതുപോലെ തന്നെ സെറജിൻ വൈക്കാഫിൻ, കഴുതന്റെയും കുതിരന്റെ ഒക്കെ പുറത്തുള്ള ഇടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് ഇരുന്നതും, വല ഹിമാരിൻ, അതുപോലെ കൈതപ്പുറത്ത് സഞ്ചരിച്ചതും, ബഹലീൻ, കോവർ കൈതന്റെ മുകളിൽ സഞ്ചരിച്ചതും, ഫർസിൻ, കുതിരന്റെ മുകളിൽ സഞ്ചരിച്ചതും, വനാക്കത്തിൻ, പെണ്ണൊട്ടകത്തിന്റെ മുകളിൽ സഞ്ചരിച്ചതും, യത്തജിറു, അവിടുന്ന് കച്ചവടം ചെയ്തതും, വയസ്രഹു, അവിടുന്ന് യാത്ര ചെയ്തതും, അതിനുവേണ്ടി യാത്ര ചെയ്തതും, വയബക്കി, അവിടുന്ന് കരഞ്ഞതും, വയഖാഫ് മഖാമുല്ലാഹ്, അള്ളാന്റെ മഖാം ആലോചിച്ചിട്ട് അവിടുന്ന് പേടിച്ചതും, വയഹ്ദറു, അവിടുന്ന് നമ്മളെ താക്കീത് നൽകിയതും, തത്തബു സായിറ അഹ്വാലിഹി ലനാ, ഇതൊക്കെ അവിടത്തേക്ക് വേണ്ടിയല്ല അവിടുന്ന് ചെയ്തത്, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്നും അവിടത്തേക്ക് ആവശ്യമില്ല, അവിടത്തേക്ക് ഇത് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളിതൊക്കെ എണ്ണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 100 ഇസ്തിഗ്ഫാർ ചെല്ലിയില്ലേ എന്നൊക്കെ നമ്മൾ പറയില്ല. ചിലപ്പോ വിശ്വാസങ്ങൾക്ക് വരെ ഇങ്ങനെ സംഭവം ഉണ്ടായില്ലേ, വിശ്വാസങ്ങൾക്ക് വരെ ഈ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ലേ, അങ്ങനെ ഒരിക്കലും പറയരുത്. ഇതൊക്കെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ വലാ മുബാഹലിൽ ആരിഫീൻ, ഇതൊക്കെ പറഞ്ഞത് ആരിഫീങ്ങളോട് സംസാരിക്കാൻ. ആരിഫ് ഉന്നതമായ ഒരു അവസ്ഥയിലെത്തി അള്ളാഹുവിന്റെ ഏറ്റവും ഇജാബുൽ ആലമിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഒരു ആരിഫായ മനുഷ്യൻ, അള്ളാഹിനെ അറിഞ്ഞ മനുഷ്യൻ സൃഷ്ടിയിലേക്ക് മടങ്ങി വരികയും അള്ളാഹിന്റെ ഏറ്റവും വലിയ ഹിജാബുൽ ആലമിലേക്ക് അവന്റെ കണ്ണിനെ തിരിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ അവൻ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലും ഫഅലും, പിന്നെ ഇതൊക്കെ ആദ്യത്തൊക്കെ മനസ്സിലാക്കണം. വിശ്വാസങ്ങളെ സംസാരിച്ച എന്താ, പ്രവർത്തിച്ച എന്തായിരുന്നു അവിടുത്തെ ശീലങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ആത്മീയ സുലൂക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ ചോദ്യം. സുലൂക്ക് മുന്നോട്ട് പോകുന്നതിന്റെ വഴിയാണത്. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസങ്ങളെ, പ്രവർത്തനങ്ങള്, വാക്കുകള്, അവിടുത്തെ ശീലങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടോ വലാ മുബാഹലിൽ ആരിഫീൻ, ഈ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്ത ശീലങ്ങളൊന്നും ലാ മുബാഹലിൽ ആരിഫീൻ, ആരിഫീങ്ങൾക്ക് അതൊന്നും ശീലങ്ങളല്ല, അതൊന്നും മുബാഹല്ല, പിന്നെ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമല്ല. ഫൈന്നഹും യഫ്അലൂന ബിനിയ്യത്തി തുൽഹിഖുഹു ബിൽ വാജിബി അൽ മൻദൂബ്, അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, പഠിക്കുന്നതും അത് അനുവർത്തിക്കുന്നതും എന്ത് നിയ്യത്തിലാണ്? അത് ഒന്നെങ്കിൽ വാജിബാന്നുള്ള നിയ്യത്തിലാണ്, അല്ലെങ്കിൽ മൻദൂബ് സുന്നത്താന്ന നിയ്യത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹികളുടെ എന്ത് ശീലങ്ങളും, അവിടുന്ന് മുടി ചീകിയത്, അവിടുന്ന് താടി ഒരുക്കി വെച്ചത്, അവിടുന്ന് സുറുമ എഴുതിയത്, അവിടുന്ന് പുഞ്ചിരിച്ചത്, അവിടുന്ന് ഒരാളോട് സംസാരിച്ചത്, അവിടുന്ന് ഉറങ്ങിയത്, അവിടുന്ന് എഴുന്നേറ്റത്, എന്തൊക്കെ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചത് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ കാര്യം എന്ന അർത്ഥത്തിലല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒന്നുകിൽ വാജിബാണ്, നിർബന്ധമായ കാര്യമാണ്, അല്ലെങ്കിൽ അത് മൻദൂബും സുന്നത്തായ കാര്യമാണ്. കാരണം വഹുവ സയ്യിദുഹും ത്വരീഖത്തൻ ഖുതുബുൽ മഖ്തൂം വസിറുൽ മുഹമ്മദിയ്യ. ഈ നമ്മളിതൊക്കെ പഠിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് എന്തുകൊണ്ട് ആരിഫായ ഒരു തിജാനിയത്തിൽ വന്നിട്ട് മാരിഫത്തിലെത്തിയ ഒരു മനുഷ്യൻ ഇതൊക്കെ പഠിക്കണം, വായിക്കണം, അതിലൂടെ യാത്ര ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? വഹുവ സയ്യിദുഹും, അവിടുന്നാണ് നമ്മൾ നേതാവ്. സയ്യിദ് ത്വരീഖ്, നമ്മുടെ ത്വരീഖത്തിന്റെ നേതാവ് അവിടുന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഖുതുബുൽ മഖ്തൂം വസിറുൽ മുഹമ്മദിയ്യ, ഖുതുബുൽ മഖ്തൂമായ മുഹമ്മദിയ രഹസ്യത്തിന്റെ വാഹകനായ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുടെ ശൈഖും മുർഷിദും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ആരിഫായ മനുഷ്യൻ
തിജാനിയത്തിൽ ആത്മീയമായ സുലൂക്ക് നടത്തേണ്ടത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മങ്ങളും വാക്കുകളും ശീലങ്ങളും പഠിക്കുക, അത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കുക, അതിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ മാരിഫത്തെ ആസ്വദിക്കുക. ഇതന്നെയാണ്. അല്ലാതെ ഇങ്ങനെ വേറെന്തോ ആണ് നമ്മൾ വിചാരിക്കരുത് ആത്മീയമായ യാത്ര എന്ന് പറഞ്ഞാൽ. വകുല്ലമാലം, ഇതാണ് ശരിക്കും ഉന്നതമായ അവസ്ഥ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം. വകുല്ലമാലം യറോ അൻഹു ഫീ ഹയാതിഹി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ നിന്ന് റസൂലുള്ളാഹിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യം, ഔലം യതലഖഹു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടില്ലാത്തൊരു കാര്യം, വലൈസ ബിത്വരീഖ, അത് നമ്മൾ ത്വരീഖത്തിലുള്ളതല്ല. അതായത് ഒന്നുകിൽ നമ്മൾ ത്വരീഖത്തിലുള്ള ഒരു കാര്യം എന്തായിരിക്കണം? ഒന്ന് റസൂലുള്ളാഹി ജീവിതകാലത്ത് പഠിപ്പിച്ചൊരു കാര്യമായിരിക്കണം, അവിടുത്തെ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമായിരിക്കണം. അത് നമ്മൾ ത്വരീഖത്തിലില്ല, നമ്മൾ ഉറപ്പിക്കാം. റസൂലുള്ളാഹി എന്ത് ചെയ്താലും, അവിടുത്തെ ജീവിതകാലത്ത് എന്ത് ചെയ്താലും ആ ചെയ്ത കാര്യം നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്, അത് നമുക്ക് ഉറപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തായിരിക്കണം? ആ ഒരു കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തിയാൽ അതും നമ്മുടെ ത്വരീഖത്തിലുള്ളതാണ്. ഉദാഹരണം പറയാം, ഉലമാക്കളുടെ തർക്കമുണ്ട്. അതായത് ഒളു എടുത്തതിന് ശേഷം ആ വെള്ളം തുടച്ചു കളയണോ അതോ അതിങ്ങനെ ഒഴുക്കി വിടുകയാണോ വേണ്ടത് എന്ന് ഉലമാക്കളുടെ ചർച്ച ഉണ്ട്. അപ്പൊ ഒരു ഭാഗം പറഞ്ഞു അല്ല, അത് ഒഴുക്കി വിടുകയാണോ വേണ്ടത്, ആ ഒഴുകുന്നതിനനുസരിച്ച് നമ്മൾ പാപങ്ങൾ പുറത്തു പോകും, അതുകൊണ്ട് നമ്മൾ തുടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വേറൊരു ഭാഗം പറഞ്ഞു അങ്ങനെയല്ല, തുടയ്ക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് അഹ്മദ് തിജാനി തങ്ങളോട്, സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇതിലേതാണ് ശരി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു എന്നാ, ഇങ്ങനെ വെള്ളം ഒളു എടുത്തിട്ട് അതിൽ വെള്ളം തുടച്ചതായിട്ട് റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. അങ്ങനെ അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ സഹാബാക്കളോട് അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തു, ഒളു എടുത്തതിന് ശേഷം തുടയ്ക്കലാണ് സുന്നത്ത്. അതുകൊണ്ട് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞാണ്, നമ്മൾക്കും ഒളു എടുത്തതിന് ശേഷം നമ്മൾ തുടയ്ക്കലാണ് വേണ്ടത്, അല്ലാതെ അങ്ങനെ വെള്ളം അങ്ങനെ തന്നെ വെക്കല്ല വേണ്ടത്, തുടയ്ക്കാണ് വേണ്ടത്. അപ്പൊ ഒന്നുകിൽ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയ ഒരു കാര്യമായിരിക്കണം. അതേ നമ്മൾ ത്വരീഖത്തിൽ ഉണ്ടാവുള്ളൂ. ഫലഹു മിമ്മസ്തഹ്സന الناس റഅയുൻ യസ്അലു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ ഒരു കാര്യം ജനങ്ങൾക്ക് ശീലമായ ഒരു കാര്യമാണെങ്കിൽ പോലും, പല കാര്യങ്ങളും നമ്മളെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല ശീലങ്ങൾ ജനങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവരെങ്ങനെ അതിന് പറയാ, ഞാൻ എന്താ പറയാ, വജാലുഹു ബിദാൻ മുസ്തഹ്സനൻ, അത് ഹസനത്തായ നല്ല ബിദഅത്താണ്. അത് പഴയ കാലത്തൊന്നും ഇല്ല, റസൂലുള്ളാഹിയും സഹാബാക്കളൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നല്ല ബിദഅത്താണ് എന്ന് അവർ പറയും. ഫലഹു മിമ്മസ്തഹ്സനഹു നാസു റഅയുൻ. അപ്പോ എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് പഴയ കാലം മുതലേ നടന്നു പോകുന്ന ഒരു കാര്യം, അത് ആളുകൾക്ക് ഖുർആനിലോ സുന്നത്തുനിന്നോ അതിന്റെ ഒരു തെളിവ് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം അവർ പറയും, ഇത് ബിദഅത്ത് ഹസനത്തായ ബിദഅത്താണ്, ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം നമ്മൾ സ്വീകരിക്കും, തിജാനികൾ സ്വീകരിക്കണം. എന്ത് വേണം? ഫലഹു മിമ്മസ്തഹ്സനു الناس യസ്അലു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ വിഷയത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്. വൈല്ല, ഇനി അത് സ്വീകരിച്ചിട്ടില്ലേ, തറക്കുഹു, അത് ഒഴിവാക്കിയും വേണം. അപ്പൊ ആളുകൾ കൊണ്ടുനടക്കുന്നതാണ് അത് ഹസനത്തായ നല്ല ബിദഅത്താണ് എന്നൊക്കെയാണ് അവർ പറയണമെങ്കിൽ നമ്മൾ ആ ബിദഅത്തിലേക്ക് പോകരുത്. നമുക്കത് വേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു നോക്കണം. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിയോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ടുണ്ടാവും. അതിലേതാണ് റസൂലുള്ളാഹി സമ്മതം നൽകിയതാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ പറ്റൂല. ഫമൻ ലം തുസ്ലിഹുഹു സുന്നത്തുൻ ഫലാ അസ്ലഹുല്ലാഹ്. ഇതൊന്നും വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും സുന്നത്ത് കൊണ്ടല്ല നന്നാവാൻ ശ്രമിക്കുന്നതെങ്കിൽ ഫലാ അസ്ലഹുല്ലാഹ്, അവനെ അള്ളാഹു നന്നാക്കൂല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൊണ്ടല്ല നന്നാവാൻ ശ്രമിക്കുന്നത്, വേറെന്തൊക്കെയോ
ആർക്കെയോ പറഞ്ഞത് വെച്ചിട്ടാണോ നന്നാൻ ശ്രമിക്കുന്നതെങ്കിൽ ഓൻ ഒരിക്കലും അള്ളാഹ് നന്നാക്കൂല. ഇത് നമ്മളെ ത്വരീഖത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ എന്ത് വിഷയത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു വിശ്വാസങ്ങൾ ചോദിച്ചത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുള്ളൂ. അത് നോക്കിയിട്ട് അവിടുന്ന് സമ്മതം തന്നാൽ നമ്മൾ കൊണ്ടെടുക്കും, അവിടുന്ന് സമ്മതം തന്നില്ലേ ഒഴിവാക്കും. കാരണം ആര് സുന്നത്ത് കൊണ്ട് നന്നാവാൻ ശ്രമിക്കുന്നില്ലേ അവന് അള്ളാഹു ഒരിക്കലും നന്നാക്കൂല. അപ്പൊ തരീഖത്തുൽ മുജാഹദ, തരീഖത്തുഹു, അതായത് നമ്മളെ ത്വരീഖത്ത്, വിശ്വാസങ്ങൾ ത്വരീഖത്ത് എന്ന ത്വരീഖത്തുൽ മുജാഹദ, അതിൽ മുജാഹദകളുണ്ട്, ആത്മീയമായ പരിശീലനങ്ങളുണ്ട്, വജുഹദ് പരിത്യാഗങ്ങളുണ്ട്, വലിയ ഇഖ്ലാസ് ഉണ്ട്, ആത്മാർത്ഥത ഉണ്ട്, റജാ അള്ളാഹിനെ തൊട്ടുള്ള പ്രതീക്ഷയുണ്ട്, വൽ ഖൗഫ് അള്ളാഹിനെ തൊട്ടുള്ള പേടിയുണ്ട്, വൽ ബുക്കാ കരയലുണ്ട്, ഇലായത്തി വറദ ഷാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹുന്ന ശരീഅത്ത് നൽകിയ ആള് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അയിൻകാനത്തെ ത്വരീഖത്ത് ശുക്ർ, നമ്മൾ ത്വരീഖത്ത് ശുക്റിന്റെ ത്വരീഖത്താണെങ്കിലും, അതായത് നമ്മൾ ത്വരീഖത്ത് ശുക്റിന്റെ ത്വരീഖത്താണ്, നന്ദി ചെയ്യുന്ന ത്വരീഖത്താണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ശരീഅത്തിൽ എന്താണോ മുജാഹദയായിട്ട് പറഞ്ഞത് അത് നമ്മൾ മുജാഹദ ചെയ്യണം. ശരീഅത്തിൽ എന്താണോ പരിശ്രമിക്കാൻ പറഞ്ഞത് അത് നമ്മൾ പരിശ്രമിക്കാം. നമ്മൾ ശുക്റിന്റെ ത്വരീഖത്താണെന്ന് വെറുതെ വിശ്രമിക്കില്ല. വിശ്വാസങ്ങൾ പരിശ്രമിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശ്രമിക്കണം, ത്യജിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ത്യജിക്കണം, ഇഖ്ലാസ് വെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഖ്ലാസ് വെക്കണം, പ്രതീക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രതീക്ഷ വെക്കണം, പേടിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പേടിക്കണം, കരയാൻ പറഞ്ഞ കാര്യങ്ങൾ കരയണം, ഇതൊക്കെ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ത്വരീഖത്ത് ശുക്റിന്റെ ത്വരീഖത്താന്ന് മനസ്സിലാക്കുകയും വേണം. കാരണം അഫലാ അകൂന അബ്ദൻ ശകൂറ എന്ന വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലമ്മാ ഖീല ലഹു അതഫഅൽ ദാലിക വഖദ് അഫറല്ലാഹു ലക മാ തഖദ്ദം മിൻ ദംബിക വമാ തഅഖർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പിന്നെ രാത്രി കാല് നീര് വെക്കുന്നതോളം ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ നമ്മളെ ത്വരീഖത്ത് ശുക്റിന്റെ ത്വരീഖത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു അമലും അധികരിപ്പിച്ച് ചെയ്യൂല, രാത്രി ഇബാദത്ത് ചെയ്യൂല, ഫുള്ള് ഇങ്ങനെ റെസ്റ്റ് എടുക്കലാണ് എന്നല്ല പറഞ്ഞതിന്റെ സാരം. അതിന്റെ ഉദാഹരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കാലിന് നീര് കിട്ടുന്നവരെ നിസ്കരിച്ചു. അപ്പോ അവിടുത്തെ പ്രിയ പത്നി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വിശ്വാസങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അള്ളാഹു നിങ്ങൾക്ക് മുൻപുള്ളതും ശേഷമുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാം പുറത്തു വന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, അഫലാകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ? അപ്പൊ ആ ഒരു പ്രവർത്തനം അവിടുന്ന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ജിഹാദ് ഉണ്ട്, പരിശ്രമങ്ങളുണ്ട്, പരിത്യാഗം ഉണ്ട്, ഇഖ്ലാസ് ഉണ്ട്, റജാ ഉണ്ട്, ഖൗഫ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. ഫൈനഹുമാ ഫഅലദാലിക ഇല്ലാ തശ്രീഅൻ ലി അഹ്ലി ത്വരീഖ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്തത് നമ്മൾ ത്വരീഖത്തിന്റെ അഹ്ലുകാർക്ക് എന്താണ്, ഒരു ശരീഅത്ത് പോലെയാണ്. അത് നമ്മൾ അനുവർത്തിക്കണം, നമ്മൾ പിന്തുടരണം. വാദി ത്വരീഖത്തുൽ മുർവിയത്തു അൻഹുൽ ഖാലിയത്തു മിനൽ ഇബ്തിദാഇ വൽ ഹുക്മുൽ ബിൽ അഖ്ലി വൽ റഅയി. അപ്പോ ഈ ഒരു ത്വരീഖത്ത്, ഇപ്പൊ നമ്മൾ ത്വരീഖത്തിന്റെ മാരിഫത്തിന്റെ തലങ്ങനെയാണ്, എങ്ങനെയൊക്കെ ആളുകൾ ഇത് ഇത് ആത്മീയമായി മുന്നേറുന്നതൊക്കെ പറഞ്ഞല്ലോ. ഇനി ആ ത്വരീഖത്തിന്റെ ഒരു മറ്റൊരു വീക്ഷണം പറയാണ്. ഹാദി ത്വരീഖ, ഈ ത്വരീഖത്തുൽ മർവിയത്തുൻ അൻഹു ഖാലിയത്തു മിനൽ ഇബ്തിദാഇ വൽ ഹുക്മി ബിൽ അഖ്ലി വൽ റഅയി. അതിലെന്തില്ല, ബിദഅത്തുകൾ ഒന്നില്ലേ ത്വരീഖത്തിൽ. അതുപോലെ തന്നെ ബുദ്ധിപരമായ ചിന്തിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളും ഈ ത്വരീഖത്തിലില്ല. ഈ ത്വരീഖത്തിൽ നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റൂല, അതിൽ ബിദഅത്തുകളൊന്നുമില്ല. ഫലം യദ്ഖുലുഹാ റഅയു അഹദും മിമ്മൻ ഖബ്ലഹു വലാ ബഅദഹു. മുൻകഴിഞ്ഞവരോ പിൻകഴിഞ്ഞവരോ പിന്നീട് വന്നവരോ ആയിട്ടുള്ള ഒരാളുടെയും ബുദ്ധിപരമായ അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നുമില്ല. വൽഹിയ മുഹററത്തുൻ അലാ യദി ശാരി ഖൗലൻ വഫഅലൻ വഹർകതൻ വസുകൂനൻ. പകരം ഈ ത്വരീഖത്ത് സ്ഥാപിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കൊണ്ടാണ്. എങ്ങനെ സ്ഥാപിക്കപ്പെട്ടത്? ഖൗലൻ വഫഅലൻ വഹർകതൻ വസുകൂനൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനക്കം കൊണ്ടും അടക്കം കൊണ്ടും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ടാണ് ഈ ത്വരീഖത്ത് സ്ഥാപിക്കപ്പെട്ടത്. വഅഹ്ലുഹാ മുഖ്തഫഊന മുഅല്ലമൻ മുഅദ്ദബൻ മിനല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതിന്റെ ആളുകൾ, ഈ ത്വരീഖത്തിന്റെ ആളുകൾ ഇതിനെ പിന്തുടരുന്ന ആരിൽ നിന്നാണ്? മുഅല്ലമൻ മുഅദ്ദബൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അദബും ഇൽമും പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്തുടരുന്നത്.
അപ്പോ ഈ ത്വരീഖത്തിന്റെ ആളുകൾ ചില ഒരുപാട് ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ തേടി പോകുന്നവരല്ല. ഈ ത്വരീഖത്തിന്റെ ആളുകൾ പിന്നെ ഇതിൽ വന്നിട്ടുള്ള പുതിയ വിദേഹത്തുകളെ തേടി പോകുന്നതോ നല്ല വിദേഹത്തുകൾ അന്വേഷിക്കുന്നവരോ ഒന്നുമല്ല. ഈ ത്വരീഖത്തിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നു? അവിടെ ഏതൊരു കാര്യത്തെയും പിന്തുടരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ അവിടുന്ന് ആ ഇൽമിനെ നേടിയത്, അദബിന് നേടിയത് അള്ളാഹുവിൽ നിന്ന് നേരിട്ടാണ്. അപ്പൊ അവിടുന്നാണ് നമ്മുടെ മാർഗദർശി. വമാ അതഖനാഹ വഅക്സറ ഫായിദഹ വഅശദ്ദ ഇത്തിബാഹ ലിസുന്നതി ഫഹിയ ഐനു സുന്നത്തി. അതുപോലെ അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുന്നതിനേക്കാളും വലിയ ഫായിദ കിട്ടുന്ന, ഗുണങ്ങൾ കിട്ടുന്ന, അതിനേക്കാൾ മെച്ചപ്പെട്ട എന്താണുള്ളത്? അപ്പോ അതായത് അള്ളാഹു നേരിട്ട് അദബും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തിനെ പിന്തുടരുന്നതിനേക്കാളും മെച്ചപ്പെട്ട എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിക്കാണ്. കാല ശൈഖ് റളിയല്ലാഹു അൻഹു, കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മാ ദക്കർതു ദിക്റൻ ഇല്ലാ മാ റത്തബലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർത്തീബാക്കിയിട്ടല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന് ചൊല്ലിക്കോ, ഇന്ന് ചൊല്ലണ്ട എന്ന് സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ അവിടുന്ന് ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല. വഖാലി അന ശൈഖുക്, എന്നിട്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദ് തിജാനി തങ്ങളോട് പറഞ്ഞു, അന ശൈഖുക്, ഞാനാണ് നിങ്ങളുടെ ശൈഖ്, വ മുറബ്ബീക്, ഞാനാണ് നിങ്ങളെ മുറബ്ബി, വഖാഫിലുക്, ഞാനാണ് നിങ്ങളെ സംരക്ഷകൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങള് അഹ്മദ് തിജാനി തങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഈ ത്വരീഖത്തിൽ ഉണ്ടാവുമ്പോ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പിന്തുടരുമ്പോ അതിനേക്കാൾ വലിയ മികച്ച ഒരു കാര്യം എന്താ ഉള്ളത്? അതിനേക്കാൾ ഗുണകരമായ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഫൈദാ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖുഹു വമുറബ്ബീഹു വഖാഫിലുഹു വകൈഫ യഖൂലു ആഖിലൻ ബിറഅയിഹി ഫീഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഈ ത്വരീഖത്തിന്റെ ശൈഖ്, മുറബ്ബി, സംരക്ഷകൻ എന്നൊക്കെ എന്നിരിക്കെ എങ്ങനെയാണ് ഒരു ബുദ്ധി ഉള്ള ആൾക്ക് ചിന്തിക്കാൻ പറ്റുക ഇതിൽ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന്, ഇത് വേറെ കുറെ ആൾക്കാരുടെ അഭിപ്രായം ഇതിലുണ്ട് എന്ന് എങ്ങനെയാണ് അവർ മനസ്സിലാക്കുക? അപ്പൊ നമ്മൾ ത്വരീഖത്തിനെ പറ്റി പറയുമ്പോൾ അതില് അഹ്മദ് തിജാനി തങ്ങളെ അഭിപ്രായതാണ്, വേറെ ആൾക്കാരുടെ അഭിപ്രായം വേറെ ഉണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ടല്ലോ. അഹ്മദ് തിജാനി തങ്ങളെ ഒരു സാധാരണ ഒരു ഷെയ്ഖായിട്ട് ഒരു പണ്ഡിതനായിട്ട് മാത്രം കണക്കാക്കും. എന്നിട്ട് ആ ഒരു അഭിപ്രായതാണ്, അതിനേക്കാൾ അപ്പുറത്ത് വേറെ അഭിപ്രായം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഷെയ്ഖോട് ചോദിക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിട്ടപ്പെടുത്തി കൊടുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രം അനുസരിക്കുന്ന, എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമാക്കിയ ഷെയ്ഖിനെ നമ്മൾ പിന്തുടർന്നിട്ട് ഇതിൽ വേറൊരാളുടെ അഭിപ്രായം ഉണ്ട്, ഇതിനേക്കാൾ നല്ല അഭിപ്രായം വേറെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ വിഡ്ഢി ആരാ ഉള്ളത്? അങ്ങനെ ആ ഒരു ബുദ്ധിയുള്ള ആൾക്ക് പറയാൻ പറ്റിയത്? വഖദ് ദഖല ഇജ്തിഹാദു സുന്നത്തു ഖബ്ല ദുഹൂരി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ സുന്നത്തിൽ ഇജ്തിഹാദ് നടന്നിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ ഇജ്തിഹാദിൽ നിന്ന് തന്നെ പല നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മോശം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പല പണ്ഡിതന്മാരെ നമ്മൾ ഇജ്തിഹാദ് ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് വിചാരിക്കരുത്. അവരവരുടെ പരിമിതി അനുസരിച്ചാണ് ഇജ്തിഹാദ് ചെയ്യുന്നത്. പലർക്കും അതുകൊണ്ട് പേവുകൾ പറ്റാം. അപ്പോ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സുന്നത്തിൽ ഇജ്തിഹാദ് നടന്നിട്ടുണ്ട്. ആ ഇജ്തിഹാദ് കൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടായിത്തീർന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ഗുണങ്ങളാവട്ടെ ഗുണങ്ങള്, ദോഷങ്ങളാവട്ടെ ദോഷങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ഫലം യതും, പക്ഷെ അത് എല്ലാ കാലത്തും നിലനിൽക്കൂല. നമ്മൾ വിചാരിക്കേണ്ട ഇജ്തിഹാദിലായിട്ട് ഇങ്ങനെ കാലാകാലം നിൽക്കുന്നു വിചാരിക്കേണ്ട, അങ്ങനെ നിൽക്കൂല. ഏതൊരു പേവിനും അതിൻ്റെതായ ഒരു കാലം ഉണ്ടാവും. ആ പേവ് അത്രേ പോവുള്ളൂ. ഹക്ക് മാത്രമേ എല്ലാ കാലത്തും നിലനിൽക്കുള്ളൂ. പേവ് കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതിനൊരു പരിധി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകില്ല. ഫൻകലാംബ്രഹു, അങ്ങനെ പിന്നെ അള്ളാന്റെ തീരുമാനം വന്നു. അള്ളാന്റെ ഹുക്കുമ മാത്രം ബാക്കി, അല്ലദീഹു ഐനു സുന്ന, അതാണ് സുന്നത്തിന്റെ അടിസ്ഥാനം. അതായത് ഇവിടെ ദീനി പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവോട് ഒരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതാണ് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ. പക്ഷെ ആ വ്യാഖ്യാനത്തിൽ പലതും തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ അള്ളാന്റെ ഹുക്കുമ തന്നെ ഹുക്കുമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അതാണ് സുന്നത്തിന്റെ അടിസ്ഥാനം. അൽ മുതഹറത്തു ഫതഹറഹ അല്ലാഹു ബിൽ വലി. അതുകൊണ്ട് തന്നെ ഈ വലിയനെ കൊണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ഈ സുന്നത്തിനെ ശുദ്ധീകരിച്ചു. മുജ്തഹിദുകളായ പല ആൾക്കാരും ഇതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ കൊണ്ടുവന്നു. ആ അഭിപ്രായങ്ങളെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊണ്ട് അതിനെ അള്ളാഹു ശുദ്ധീകരിച്ചു. കമാ സബഖ ഫീ ഇൽമി, അവന്റെ അജലിയായ ഖളായിലും തീരുമാനത്തിലും
അവന്റെ മുൻകൂട്ടിയുള്ള അറിവിലും പെട്ടതന്നെയായിരുന്നു നിങ്ങൾ വലിയ പിന്നീട് വരുന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അവിടുന്ന് ജീവിപ്പിക്കുന്നുള്ളതും അത് പണ്ടേയുള്ള അള്ളാന്റെ തീരുമാനത്തിൽപ്പെട്ട തന്നെയായിരുന്നു. ഫഹുവ നാസിറുഹു വഹാമിലു റായത്ത് ജയ്സിഹ, ആ ശേഖവറുകൾ അതിനെ സഹായിക്കുന്നവരും ആ ശുദ്ധീകരണത്തിനെ സഹായിക്കുന്നവരും ആ ഒരു പട്ടാളത്തിന്റെ പതാകവാഹകനുമാണ്. സുമ്മ ഇന്നഹ ലാ യദ്ഖുലു അൽ ഇജ്തിഹാദ് ബഅദ ദഹാബി ശൈഖ് റളിയല്ലാഹു അൻഹു. ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ത്വരീഖത്തിൽ പിന്നെ ഇജ്തിഹാദ് ഒന്നുമില്ല. അതായത് നമ്മൾ വിചാരിക്കേണ്ട ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്ത് ആയി കഴിഞ്ഞിട്ട് പിന്നെ ത്വരീഖത്തിൽ കുറെ ആൾക്കാർ ഇജ്തിഹാദ് ചെയ്യുന്നു, അങ്ങനെയില്ല. ഈ ത്വരീഖത്തിൽ എന്താണോ നമ്മൾ ത്വരീഖത്തിന്റെ പ്രത്യേകത തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ കാലത്ത് എന്താണോ പഠിപ്പിച്ചത് അതന്നെ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണ്. അതൊന്നും എക്സ്ട്രാ കൂട്ടുന്നില്ല. നമ്മൾ പിന്നെ ആകെ ശ്രമിക്കുന്നത് എന്താണ്, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൽ ഏതാണ് വ്യക്തം പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ ഇജ്തിഹാദ് ചെയ്യാനും അതിനെ മറിച്ച് പകരം വേറൊരു കാര്യം പറയാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ശേഷം ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ മദ്ഹബിനെ ഇജ്തിഹാദ് ചെയ്യുകയും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ബദലായ പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായിട്ട് അതിന് ശേഷം ഒരാളും ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായത്തിന്റെ മുകളിൽ ഇജ്തിഹാദ് ചെയ്യുകയോ അതിനേക്കാളും നല്ല അഭിപ്രായം ഇതാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ സാധ്യമല്ല. വഇന്നമാ യകൂനുൽ അമലു ബിഹാ മുഹററതൻ അലാ വജ്ഹി സറാഹ. കാരണം ഈ ത്വരീഖത്തിന്റെ അമലുകളൊക്കെ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിന്റെ അപ്പുറത്ത് ഒന്നും മനസ്സിലാക്കാനില്ല. വലിദാലിക തജിദു ഹമ്മാലത്തുൽ ആരിഫീന യംബൂഹ കസയ്യിദിനാ അറബി ഇബ്നു ശാഹി ദിആമതൻ അദീമതൻ മിൻ ദആയിമിഹ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അറബി ഇബ്നു ശാഹി തങ്ങളെ പോലെ, ബുഗയത്തുൽ മുസ്തഫീദിന്റെ ചെയ്ത ബഹുമാനപ്പെട്ട അറബി ഇബ്നു ശാഹി തങ്ങളെ പോലെ ഈ ത്വരീഖത്തിന്റെ സ്തംഭങ്ങളായ തൂണുകളായി നിൽക്കുന്ന ആരിഫീങ്ങള് ഇതിനെ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. യക്തസിറു ഫീ ബുഗയ അലാമ വറദാനി ഷെയ്ഖ്. അവിടുന്ന് ആ ബുഗയത്തുൽ മുസ്തഫീദില്, അവിടുത്തെ കിതാബാവുന്ന ബുഗയത്തുൽ മുസ്തഫീദില് ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പരിമിതപ്പെടുത്തി. അപ്പോൾ സയ്യിദ്ന അറബി ഇബ്നു ശാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ത്വരീഖത്തിന് വലിയ ഹുജ്ജത്തായ മഹാനാണ്, വലിയ ആലിമാണ്. മഹാനവകൾ ഈ ത്വരീഖത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തമായ ഗവേഷണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പകരം എന്ത് ചെയ്തു, ത്വരീഖത്തിന്റെ കാര്യങ്ങൾക്ക് ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അവിടുന്ന് ഈ ത്വരീഖത്തിന്റെ സ്തംഭങ്ങളും തൂണുകൾപ്പെട്ട ഒരാളാണ് ആയിട്ട് പോലും അവിടുന്ന് സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവിടുന്ന് ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കി ആ തീരുമാനത്തെ മാത്രം കൊണ്ടുവന്നു. അപ്പോൾ ഈ ത്വരീഖത്തില് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അറബി ഇബ്നു ശാഹി തങ്ങളെ പോലെയുള്ള അങ്ങനെ ഒരു മഹാന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ത്വരീഖത്തിൽ ഇനി ഒരാൾക്ക് സ്വന്തമായ അഭിപ്രായം കടത്തിക്കൂട്ടാൻ പറ്റൂല, സ്വന്തമായ ഇജ്തിഹാദ് ഗവേഷണം ഇതിൽ കൊണ്ടുവരാൻ പറ്റൂല. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് ഇതിലുള്ള കാര്യങ്ങൾ. ലഅന്നഹു ഖലഖല്ലാഹു ലിതഹരീരി ശരിയ. കാരണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹു പടച്ചത് തന്നെ ഈ ശരീഅത്തിനെ വ്യക്തമാക്കി തരാൻ വേണ്ടിയും അതിന്റെ കാര്യങ്ങൾ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മിനൽ ഇജ്തിഹാദിൽ മബ്നിയു അലാ ദന്നി അലാ യദി മൻ നസലത് അലൈഹി ശരീഅത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലൂടെ അള്ളാഹു ഒഴിവാക്കിയ ശരീഅത്തിന്റെ മുകളിൽ ആളുകളുടെ തോന്നലുകൾക്കനുസരിച്ച് ഇജ്തിഹാദ് ചെയ്തതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അയക്കപ്പെട്ടത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനെ ആളുകൾ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് ഗവേഷണം നടത്തി പല അഭിപ്രായങ്ങളും അവർ പറഞ്ഞു. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ തിരുത്തി. അങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം, വിശ്വാസങ്ങളെ സുന്നത്ത് ഇതാണ് എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തി തന്നു. വകുല്ലു മൻ ഫഅല ഫഹുവ സുന്നത്തു. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താണോ കൽപ്പിച്ചത്, എന്താണോ പ്രവർത്തിച്ചത് അത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. വകുല്ലു മൻ തറക്കഹു ഫഖദ്നഹ. എന്താണോ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത് ഫഖദ്നഹ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയതാണ്. ലിസാൻ ശാരി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിസാനിൽ നിന്ന് വന്നത് തന്നെയാണ് അതൊക്കെ. മിമ്മൻ ഇജ്തിഹാദ ഫീഹാ ഔ യഖീസുഹാ അലാ ഐരിഹാ മിൻ അഹ്വാലി സലഫി മിൻ അസ്സാനിയത്തി ഫഖദ് അൽഹദ. ആരെങ്കിലും ഈ ത്വരീഖത്തിലെ ഇജ്തിഹാദ് കൊണ്ടുവരികയാണ്, ആരെങ്കിലും ഈ ത്വരീഖത്തില് ഗവേഷണം കൊണ്ടുവരികയാണ്, എന്നിട്ട് ഈ ത്വരീഖത്തിലെ കാര്യങ്ങളെ പഴയ കാലത്തുള്ള സലഫുകളെ സൂഫികളായിട്ടുള്ള രണ്ടാമത്തെ ത്വരീഖത്തിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുകയും അതിനെ കിയാസാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ അതിലൂടെ വൈപിച്ചവനാണ്. നമ്മളെ ത്വരീഖത്തിന്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റു ത്വരീഖത്തിന്റെ
പണ്ഡിതന്മാരുമായിട്ടോ മറ്റ് ശേഖന്മാരുമായിട്ടോ താരതമ്യം ചെയ്യാൻ പറ്റൂല. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ശേഖ് അവറുകൾ അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം ഇങ്ങനെയാണ്, എന്നിട്ട് പഴയ കാലത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അഭിപ്രായം പറഞ്ഞു അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുന്ന പരിപാടി ശരിയല്ല. കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അതിലൂടെ പേച്ചു പോകും. വലായുസാമഹു, കാരണം നമ്മളെ ത്വരീക്കത്ത് അങ്ങനത്തെ ത്വരീക്കത്തല്ല, എല്ലാ ത്വരീക്കത്തുകളെ പോലെ ഒരു ത്വരീക്കത്തല്ല നമ്മളെ ത്വരീക്കത്ത്. അതുകൊണ്ടാണ് വലായുസാമഹു ലഹു ഷെയ്ഖു അസുലുൻ ലിൽ ഇഖ്തിലാഫ്. കാരണം ഇതിനൊരു എക്സ്ക്യൂസ്, ഒരു ഒഴിവുകഴിവ് ഷെയ്ഖ് നമുക്ക് തന്നിട്ടില്ല. കാരണം ഷെയ്ഖിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഗവേഷണം അതെന്താണ്, നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഫയജിബു അലാ കുല്ലി ആരിഫിൻ ബിമാ ഖുൽനാഹു അൻ യഖ്തസിർ അലാ അഹ്വാലി ഷെയ്ഖ്. അതുകൊണ്ട് തന്നെ ഏതൊരു ആരിഫിനും, സാധാരണ മനുഷ്യൻ മാത്രമല്ല, ഏതൊരു ആരിഫായ മനുഷ്യനും അള്ളാഹിനെ അറിയുന്ന ആൾക്കും അവരെ ഒതുക്കി നിർത്തണം ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഹ്വാലുകളിൽ. അതായത് ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ എന്താണോ ഈ വിഷയത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ അവരെ ഒതുക്കി നിർത്താൻ ശ്രമിക്കണം. വഖദ് അലിംത അന്ന തൽമീദഹു ഇമാമുൽ മഹദി അൽ മുൻതദർ ഇദാ ദഹറ യസ്കുതു ജിഹാദു. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ എന്ത്, അന്നൽ തൽമീദഹു ഇമാമുൽ മഹദി അൽ മുൻതദർ, ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു തങ്ങള് ശൈഖ് അവറുകളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇദാ ദഹറ യസ്കുതു ഇജ്തിഹാദ്, അപ്പോ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ജിഹാദുകൾ അവസാനിക്കും നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ശൈഖ് അവറുകളുടെ അടുത്ത് ഒരിക്കൽ രണ്ട് മുരീദന്മാരുടെ ഇടയിൽ ഇമാം മഹദിനെ പറ്റിയുള്ള ചർച്ച വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവരെ പറ്റി ചർച്ച ചെയ്യണ്ട, കാരണം ഇമാം മഹദി നിങ്ങളിൽപ്പെട്ട ഒരാളായിരിക്കും, അതായത് നിങ്ങൾ ത്വരീക്കത്തുകാരനായിരിക്കും ഇമാം മഹദി. അപ്പൊ ഇമാം മഹദി നമ്മളെ ത്വരീക്കത്തിലൊരു ഇഖ്വാനായിരിക്കും എന്ന കാരണം കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഭാഗത്ത് വെക്കുക. ഇമാം മഹദി വന്നാൽ ഇവിടെ ഇജ്തിഹാദ് നിലക്കുമെന്നതും ഉലമാക്കളുടെ ഇടയിലെ ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ഇജ്തിഹാദ് ഒന്നും ഉണ്ടാവില്ല, അതായത് അതിന് മുകളിൽ ഗവേഷണം നടത്തുന്ന പരിപാടി ഉണ്ടാവില്ല, ഗവേഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ഈ ശരീഅത്തിൽ ഒന്നാക്കും, ത്വരീഖത്തിൽ ഒന്നാക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ യോജിച്ച് വായിച്ചു നോക്കൂ. യഹ്കുമു ബി സുന്നത്തി മുതഖറത്തുൻ വഹിയ ഐനു ത്വരീഖ, അവിടുന്ന് കൽപ്പിക്കുക ഏറ്റവും ശുദ്ധമായ സുന്നത്ത് കൊണ്ടായിരിക്കും. അവിടുന്ന് കുറെ മദ്ഹബ് ഇന്ന മദ്ഹബ് എന്നൊന്നും പറയൂല, ഏറ്റവും ശുദ്ധമായ സുന്നത്ത് കൊണ്ടായിരിക്കും അവര് കൽപ്പന നടക്കുക. അതെന്താണ്? വഹിയ ഐനു ത്വരീഖ, അത് നമ്മളെ ത്വരീഖത്ത് കൊണ്ടായിരിക്കും കൽപ്പിക്കുക. കാരണം അവിടുന്ന് നമ്മളെ ത്വരീഖത്തിന്റെ മുരീദാണ്. അപ്പം ഇമാം മഹദി അങ്ങനെ വരുന്നത് സ്വന്തമായ അപ്പം ഉണ്ടാക്കിയെടുത്ത ഒരു രൂപത്തിനല്ല, അവിടുന്ന് ഈ ത്വരീഖത്തിന്റെ അവസ്ഥനെ വെളിവാക്കുകയാണ് ചെയ്യുന്നത്. മറഞ്ഞു നിൽക്കുന്ന ഈ ത്വരീഖത്തിന്റെ യാഥാർത്ഥ്യത്തെ ഇമാം മഹദി വെളിവാക്കുകയും ആളുകൾക്ക് മുമ്പിൽ പബ്ലിക്കാക്കുകയും മാത്രമാണ് ഇമാം മഹദി ചെയ്യുന്നത്. അല്ലാതെ പുതുതായി ഇതിനെ ഒന്നിപ്പിക്കുന്ന രീതിയല്ല അവിടുന്ന് കൊണ്ടുവരിക. ഓൾറെഡി ഇത് ഒന്നിപ്പിക്കുന്ന കാര്യം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ത്വരീഖത്തിനെ വെളിവാക്കുകയും ഈ ത്വരീഖത്തിന്റെ കാര്യങ്ങളും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാര്യങ്ങളും ആളുകൾക്ക് മുമ്പിൽ പബ്ലിക്കാക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുക. അന്നതോട് ആ ഒരു മൊമെന്റോട് കൂടി ലോകത്തിലെ എല്ലാവർക്കും, ഹക്കിന്റെ ആളുകളാണെങ്കിൽ എല്ലാവർക്കും ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്യാൻ നിർബന്ധം. അതുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഈ ത്വരീഖത്താണ് എല്ലാ ത്വരീഖത്തിന്റെയും തുടക്കവും, ഈ ത്വരീഖത്താണ് എല്ലാ ത്വരീഖത്തിന്റെ അവസാനവും. കാരണം അസലിയായി ആദ്യം വന്ന ത്വരീഖത്ത് ഏറ്റവും ഒറിജിനലായി അള്ളാഹുവിലേക്കുള്ള തിരിയുന്ന മാർഗം അത് തിരിയാൻ ത്വരീഖത്താണ്. കാരണം അത് റസൂലുള്ളാഹിയുടെ മാർഗമാണ്, അത് സ്വഹാബാക്കളുടെ മാർഗമാണ്. എന്നാൽ അവസാനം എല്ലാവരും അടങ്ങുന്ന ത്വരീഖത്ത് അതിലേക്ക് തന്നെയാണ്. കാരണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ ആ പരിപൂർണമായി ഇവിടെ വെളിവാക്കപ്പെട്ടു. പക്ഷെ ഇപ്പോഴും പല ത്വരീഖത്തുകാരും വേറെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അവര് ഇതിലേക്ക് വരാത്തത്? അവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അതേസമയം ഇമാം മഹദി റളിയല്ലാഹു അൻഹു തങ്ങൾ വരുന്നതോടുകൂടി ഇതിന്റെ യാഥാർത്ഥ്യം വെളിവാക്കപ്പെടും. ഈ യാഥാർത്ഥ്യം വെളിവാക്കുന്നതോടുകൂടി ലോകത്തുള്ള എല്ലാവർക്കും ഈ ത്വരീഖത്തിലേക്ക് ബൈഅത്ത് ചെയ്യലല്ലാതെ അവർക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം ഈ ത്വരീഖത്ത് മാത്രമേ അള്ളാഹുവിലേക്കുള്ള പരിപൂർണമായ വഴിയുള്ളൂ എന്ന് അവിടുന്ന് പഠിപ്പിക്കും. വലാ യതവഖഫു ഫി അഹ്കാമി ശരീഅ ലിഅന്ന ലഹു മുൽക്കൻ യുസദ്ദിദുഹു. ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഈ ശരീഅത്തിന്റെ വിഷയത്തിലൊന്നും സംശയം ഉണ്ടാവില്ല. കാരണം അവിടുത്തെ മുകളിൽ ഒരു മലക്കുണ്ടാവും, എപ്പോഴും ഏതാണ് ശരി തെറ്റെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വഹാസിൽഹു, ഇതിന്റെ ഒക്കെ ചുരുക്കം പറയുകയാണെങ്കിൽ അന്നഹു യഹ്കുമു ബി ത്വരീഖത്തി തിജാനിയ, ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു തങ്ങൾ വിധി കൽപ്പിക്കുന്നത് തിജാനി ത്വരീഖത്ത് അനുസരിച്ചായിരിക്കും. അവിടുന്ന് ആളുകളോട് സ്വീകരിക്കാൻ പറയുന്ന മാർഗം തിജാനി ത്വരീഖത്തായിരിക്കും.
ഫൈനഹാ മുസ്തമിലത്തു അലാ കുല്ലിഹ. കാരണം ഈ ത്വരീഖത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ത്വരീഖത്തിൽ എല്ലാം അല്ലാഹ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ അമൽ ചെയ്യാൻ വേണ്ടി ഇമാം മഹദി പറയുക, വയ്യ ഐരി, ഞാൻ എന്നെയും ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ വാണിംഗ് നൽകുന്നു, അവരോട് താക്കീത് നൽകുന്നു. എന്ത് മിനൽ ഇഹ്ദാസി, അതുകൊണ്ട് തന്നെ ഇതില് കടത്തിക്കൂട്ടൽ നടത്തുന്നത്, ഇതിലില്ലാത്ത കാര്യം ഇതിലെ കൂട്ടുന്നത് ഞാൻ താക്കീത് ചെയ്യുന്നു. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. അതിന്റെ അപ്പുറത്തേക്ക് കൂട്ടുന്നത് ഞാനും കൂട്ടാൻ പാടില്ല, നിങ്ങളും കൂട്ടാൻ പാടില്ല. താക്കീത് ചെയ്യാണ്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ത്വരീഖത്ത് തന്നെ സാധാരണ ത്വരീഖത്തല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗമാണ്, ഇമാം മഹദി തങ്ങളുടെ മാർഗ്ഗമാണ്. ഇത് ലോകത്തുള്ള ഉമ്മത്തിന് മുഴുവൻ സ്വീകരിക്കുന്ന വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് കടത്തിക്കൂട്ടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നും കടത്തിക്കൂട്ടാൻ പറ്റൂല. ഫൈന്നഹു ദലാലുൻ, കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതുകൊണ്ട് അവൻ ചെയ്യുന്നത് ദലാലാണ്. വഅഹ്കാമു ത്വരീഖത്തി തദൂറു കുല്ലഹാ മഅ ശരിയ, കാരണം ത്വരീഖത്തിന്റെ അഹ്കാമുകൾ, വിധികളെല്ലാം വരുന്നത് പരിപൂർണമായ ശരീഅത്തിൽ നിന്നാണ്. വലാ യഹ്കുമു ബിമാ യുകാശഫു ബിഹി അഹദുൻ ഇല്ലാ ഇദാ വാഖഫ സുന്നത്തുൻ. അപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കശ്ഫ് ഉണ്ടായി, അങ്ങനെ കശ്ഫ് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, നമ്മൾക്ക് പറയൂലേ, എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ത്വരീഖത്തിലൊരു ഹുക്കുമ് പറയാൻ പറ്റൂല. ഈ ത്വരീഖത്തിലെ ഹുക്കുമ് നമ്മളെ കശ്ഫ് വെച്ചിട്ടല്ല പറയാം, സുന്നത്ത് വെച്ചിട്ട് മാത്രമാണ്. നമ്മളെ കശ്ഫ് സുന്നത്തിനെ അനുസരിച്ചല്ല വരുന്നതെങ്കിൽ, നമുക്കിപ്പോ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു, എന്തോ ഒരു സംഭവം നടക്കണേ, അല്ല ആരോ പറ്റി എന്തോ സംഭവം, അത് സുന്നത്ത് തട്ടിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലായാൽ ആ കശ്ഫ് ഒഴിവാക്കണം. അല്ലാതെ സുന്നത്ത് ഒഴിവാക്കല്ല നമ്മൾ വേണ്ടത്, കശ്ഫ് ഒഴിവാക്കാൻ വേണ്ടത്. വക്കീൽ ലഹു റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയഖ്ദുറു അഹദുൻ അൻ യക്ദിബ അൻക, നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പിന്നീട് കളവ് പറയുമോ? വഖാല, അപ്പൊ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നഅം ഫഖദ് കുദിബ അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ കുറിച്ച് കളവ് പറയല്ലോ സ്വാഭാവികമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും കളവ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആളുകൾ കളവ് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആൾക്കാർ ദീനിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ പോയിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈമാൻ നല്ല ഉറപ്പുള്ളവരുണ്ട്, ബലഹീനരായ ആൾക്കാരുണ്ട്, പകുതി ഈമാനുള്ളവരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുണ്ട്. ഇതൊക്കെ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലും ഉണ്ടാവും, ഇതൊക്കെ ഏത് ഖലീഫിന്റെ കാലഘട്ടത്തിലും ഉണ്ടാവും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുണ്ടാവും, സ്വാഭാവികമാണ്. അതൊക്കെ ഉണ്ടാവണം, ഇതൊക്കെ സുന്നത്താണ്. അതുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടത്, നിങ്ങളെ പേരിൽ കളവ് പറയോ? അപ്പൊ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, തീർച്ചയായും പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറയപ്പെട്ടിട്ടില്ലേ? ഫസിനു ബിമീസാനി ശർഅ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശരീഅത്തിന്റെ തുലാസിലിട്ട് അത് അളന്നു നോക്കണം. ഫകുല്ലു മൻ വാഖഫ സുന്നത്തു വഹുവ ഖൗലി, എന്താണോ സുന്നത്തിനനുസരിച്ച് തൂങ്ങുന്നത് അത് എന്റെ വാക്കാണ്. വകുല്ലു മൻ ഖാലഫഹാ ഫഹുവ മഖ്ദൂബുൻ അലൈഹി, എന്താണോ ആ തുലാസിന് തൂങ്ങാത്തത് അത് എന്നോട് എന്റെ മേലിൽ കള്ളം ചമച്ചതാണ്. വലാ യതഗയ്യറു ആഖിറു ബിഖാല ഫുലാൻ വൽ ഫുലാൻ അൻ ബിഹിഖായതി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോ ഈ ഒരു വാക്യം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശരീഅത്ത് വെച്ച് ഇങ്ങനെ തൂക്കണം എന്നല്ലട്ടെ ഈ പറഞ്ഞതിന്റെ സാരം. ഇതൊക്കെ ആലിമീകൾ തൂക്കി, ഇത് അറിയുന്ന ആലിമീകൾ തുലാസം എടുത്ത് വേണ്ടേ. നമുക്ക് ആകെ 2-3 ഹദീസ് അറിയാം, കുറച്ച് ആയത്ത് അറിയാം, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് തൂക്കാനാ? അതേസമയം ഇത് ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട അറബി ബിൻ സായിദ് തങ്ങളെ പോലെ, അഹ്മദ് സുക്കരി തങ്ങളെ പോലെ, ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട അഹ്സൻ ബാഖിലി തങ്ങളെ പോലെ അകാബിരീങ്ങളായ ഉലമാക്കളാണ് ഈ വാക്കുകൾ പരിശോധിക്കുകയും അത് ഏതാണ് ശരി, ഏതാണ് കടത്തിക്കൂട്ടിയത് മനസ്സിലാക്കുകയും ചെയ്തത്. അവര് അത് വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ബുഗൈത്തുൽ മുസ്തഫീദ് ഒക്കെ എഴുതിയത് അതിനു വേണ്ടിയിട്ടാണ്. എന്താണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ശരിക്കും പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പൊ അതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി എന്റെ മുകളിൽ പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. വലാ യതഗയ്യറു ആഖിറു ബിഖാല ഫുലാൻ വ ഫുലാൻ ഔ ബിഹിഖായത്തു നുശാബിഹുൽ ഉലം ഔ ബിഹുൽമി റആ ഫുലാനുൻ കദാ
ഇവിടെ ഒരു ബുദ്ധിയുള്ള ആള് ചിന്തിക്കുകയാണ്, എന്ത് പറയാൻ പാടില്ല, എന്ത് ഇന്നാലിന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാലിന്ന പെണ്ണ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാലിന്റെ സ്വപ്നത്തിൽ നമുക്ക് കാഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നാലിന്റെ സ്വപ്നം പോലത്തെ ഒരു കഥ പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ ഈ അടിസ്ഥാനം തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മൾ ത്വരീഖത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ശരി എന്ന് പറയാൻ പാടില്ല. ഇന്ന പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് ശരി എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഇന്നൊരു കാഴ്ച എനിക്കുണ്ടായി അതുകൊണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റൂല. അതുപോലെ ഇന്നൊരു സ്വപ്നം എനിക്കുണ്ടായി അതുകൊണ്ട് ഇതാണ് അതിന്റെ നിയമം എന്ന് പറയാൻ പറ്റൂല. ഇതൊന്നുമല്ല ഇതിന്റെ നിയമം. അതിനർത്ഥം നമ്മളെ മശായിഖന്മാരൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഒഴിവാക്കണം എന്നല്ല കേട്ടോ. ഓരൊക്കെ ഈ പറഞ്ഞത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളൊക്കെ എന്താണ് ഈ ത്വരീഖത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് അതന്നെ അവർ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇത് പൊതുവിൽ പറയുന്ന കാര്യം പല ആൾക്കാരും ഇതിൽ കടത്തിക്കൂട്ടാൻ ചാൻസ് ഉണ്ട്. അവരിങ്ങനെ പറയും എനിക്കിങ്ങനെ സ്വപ്നം ഉണ്ടായി, എനിക്കിങ്ങനെ കാഴ്ച ഉണ്ടായി, പക്ഷെ അതൊന്നും ഈ ത്വരീഖത്തിന് അടിസ്ഥാനാവില്ല. കലാമില്ല, അത് എന്തല്ല, അതൊന്നും ഉപകാരപ്രദമായ കാര്യമല്ല. കാരണം അള്ളാന്റെ കലാം മാത്രമേ ഉപകാരപ്രദമായ കാര്യമുള്ളൂ. അള്ളാന്റെ കലാം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. കലാമുല്ലാഹു ഹാക്കിമുൻ അലാ കുല്ലി കലാം, അള്ളാന്റെ കലാമ് എല്ലാ കലാമിന്റെ മുകളിലും വിധികർത്താവാണ്. നമുക്കൊരു സ്വപ്നം ഉണ്ടായി, പക്ഷെ ആ സ്വപ്നത്തിനെതിരാണ് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ സ്വപ്നമല്ല. നമുക്കൊരു കാഴ്ച ഉണ്ടായി, ഖുർആനിൽ പഠിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്. അതിനാണ് ഖുർആൻ നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലാതെ നമ്മൾ കാഴ്ചയല്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലാ യഹ്കുമു അലൈഹി കലാം അത്വരീഖു മൻദൂമത്തുൻ ബിയദി കിതാബില്ലാ, ഈ ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് പരിശുദ്ധമായ കിതാബിനനുസരിച്ചാണ്. വമിനൽ അറായിബ് അൻ യസ്തദല്ല അലാ കിതാബില്ലാഹി ബിഹുലുമി വൽ വഖാ, അത്ഭുതം തന്നെയാണ്. ഈ അള്ളാന്റെ കിതാബ് ഒരു ഭാഗത്ത് വെക്കുകയും ചില ആൾക്കാർ ഇങ്ങനെ കുറെ കാഴ്ചകളും അനുഭവങ്ങളും വേറെ ഭാഗത്ത് വെക്കുന്നത് അത്ഭുതം തന്നെയാണെന്ന്. അതായത് അവരുടെ നിയമങ്ങളൊക്കെ ഈ കാഴ്ചകളും അത്ഭുതങ്ങളും വെച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ളത് ഒരു ഭാഗത്ത് ഖുർആൻ സുന്നത്ത് വെക്കുന്നത് എത്ര മൗഢ്യമുള്ള കാര്യമാണ്. ശരി, ഖുർആൻ സുന്നത്തല്ലേ എല്ലാത്തിനും ആധാരം. ഈ കാഴ്ചകളും അനുഭവങ്ങളും സ്വപ്നങ്ങളും അല്ലല്ലോ. അപ്പൊ കിതാബുല്ലാഹു ഐനു മാ ഖാലഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധമായ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഐനു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐനു മാ ഖാല ഷെയ്ഖ്, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിച്ച കാര്യമോ അത് സയ്യിദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം തന്നെയാണ്. അപ്പോ സയ്യിദ്നാ ശൈഖ് ഈ കാര്യം നമ്മൾ പഠിപ്പിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാതെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. സയ്യിദ്നാ ശൈഖ് തങ്ങൾ പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്ത, ഖുർആനിൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ഈ ത്വരീഖത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ ത്വരീഖത്ത് ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രം. ഫൈദാ ഖുൽന അന്ന ത്വരീഖ ഹാലിയത്തുൻ മിൻ ഹലവാതി വഇഅ്തിസാലി അനിന്നാസ്, ഇപ്പോ നമ്മൾ ത്വരീഖത്ത് ഹൽവത്തുകളിൽ നിന്നും ജനങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കൽ നിന്നൊക്കെ ഒഴിവാണ് എന്ന് പറയലുണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നെ പല ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ പറയലുണ്ടല്ലോ ത്വരീഖത്തിൽ ഹൽവത്തില്ല, ഒറ്റപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് സയ്യിദ്നാ ശൈഖ് തങ്ങൾ പഠിപ്പിച്ച ഹൽവത്ത് എന്നൊക്കെ പോസ്റ്റ് ഇടുകയും ചെയ്യല്ലോ. അതെന്താ, അതിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തിൽ ഹൽവത്തില്ല, ആളുകളിൽ നിന്നും ഒറ്റപ്പെടില്ല എന്ന് പറഞ്ഞാൽ തീരെ അതില്ല എന്നല്ല എന്റെ അർത്ഥം. മാനാഹു, അതിന്റെ അർത്ഥം അന്നഹു ലാ യഖ്സുദു ബിൽ ഖൽവതി വൽ ഉസ്ലതി, ഹൽവത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നതും ജനങ്ങളിൽ നിന്ന് മാറിക്കുന്നതും വൈജിത്തിഹാദി ആത്മീയമായ പരിശീലനങ്ങൾ നടത്തുന്നതും വസുഹദി പരിത്യാഗം ചെയ്യുന്നതും ഷൈഉൻ മിനൽ അറാദി മിൻ തസ്ഫിയതി വ തസ്കിയത്തിൻ വ തഖരീബിൻ വ തഹബീബിൻ വ തഹബ്ബുബിൻ, അതെന്തിനാവട്ടെ നമ്മളെ ശുദ്ധീകരിക്കാനും തസ്കിയത്തിനും അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹിന്റെ സ്നേഹം പിടിച്ചു പറ്റാനും അള്ളാഹിനെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാനും അതങ്ങോട്ട് സ്നേഹിക്കാനും വേണ്ടി ഉള്ളതല്ല. അതായത് നമ്മള് അള്ളാഹുവിനെ അറിയണം എന്നുണ്ട്, അതിന് ആകത്തുകതാണ്. അള്ളാഹിനെ അറിയാനും അള്ളാഹുവായിട്ട് അടുക്കാനും നമ്മൾ ഹൽവത്തല്ല ഉപയോഗിക്കല്. അള്ളാഹിനെ അറിയാനും അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാനും നമ്മൾ ഹൽവത്തും ജനങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യവും ഇല്ല. അതെന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാരണ ഔറാദൊക്കെ ചെല്ലി, ഇപ്പൊ ഈവൻ ഔറാദ് തർബിയ ചെല്ലുകയാണെങ്കിൽ പോലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യാം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നിൽക്കാം, നമ്മൾ ആൾക്കാരോട് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. നമ്മൾ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ഈ ഒറ്റപ്പെടലിതൊന്നും നമ്മൾ ത്വരീഖത്തിന്റെ തർബിയത്തിനും തസ്കിയത്തിനും ആവശ്യമില്ല എന്നാ പറഞ്ഞതിന്റെ സാധനം. അല്ലാതെ പാടേ ഇതൊന്നും ഇല്ല എന്നല്ല. നമ്മൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ തന്നെ പല ഹൽവത്തുകൾ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവിടുന്ന് ഒറ്റക്ക് പല ഇബാദത്തുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ തസ്കിയത്തിനും തർബിയത്തിനും വേണ്ടിയിട്ടുള്ളതല്ല. ഒരാൾ അതൊക്കെ ഒഴിവാക്കി ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ത്വരീഖത്ത് ആത്മീയമായ മാർഗം നമ്മളെ
സലൂക്ക് ഈ ഖൽവത്തുമായി ബന്ധപ്പെട്ടതല്ല. ബൽ തഫ്അലു അഹ്വാലു ശാരിഅ കുല്ലഹ. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഈ വിഷയത്തിൽ നമ്മളെ ശുദ്ധീകരണത്തിനും തർബിയത്തിനും തസ്കിയത്തിനും നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ചെയ്യലാണ്. ഔ മാ ഖുദിറ മിൻഹാ ഇംതിസാലൻ ലിഅംരില്ലാഹി ലിഅന്നഹു ഫീ യദുല്ലു അലാ ഇഫ്ആലു സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞല്ലോ, അത് അനുവർത്തമാക്കിയിട്ടും വഖീസ് അലൈഹി അഫ്ആലു കുല്ലഹ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. വ മഹബ്ബത ഫീ അവാമിരില്ലാ വ തഅലീമി ലിഅംരിഹി. അതുപോലെ അള്ളാന്റെ കൽപ്പനകളെ മഹബത്ത് വെച്ചുകൊണ്ട് തഅലീമി ലിഅംരിഹി, അള്ളാന്റെ കാര്യങ്ങൾ അള്ളാന്റെ കൽപ്പനകളെ ബഹുമാനിച്ചുകൊണ്ടും വഅലബത അൻ കുല്ലി മൻ തബഖത്തുൽ ഖുസ്വ വഹിയ വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. നിങ്ങൾ റബ്ബിലേക്കാണ് എല്ലാത്തിന്റെയും മടക്കം എന്ന ഒരു ഉന്നതമായ പടിയിലേക്ക് അത് അതിജയിക്കാൻ വേണ്ടിയും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരണം, അവിടുന്ന് എന്ത് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അനുസരിക്കണം. അതുപോലെ തന്നെ അള്ളാഹിനെ മഹബത്ത് വെച്ചുകൊണ്ടും അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ള നിയ്യത്തിലും അള്ളാഹ് മാത്രമാണ് നമ്മൾ ലക്ഷ്യം എന്ന അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഫകമാ അന്ന സ്വഹാബത ഇഫ്തറഖത് അഹ്വാലുഹും അലാ അഹ്വാലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബക്കൾക്ക് വ്യത്യസ്തമായ അഹ്വാലുകൾ ഉണ്ടായിരുന്നു. ആ അഹ്വാലുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്വാലുകളായിരുന്നു, ആത്മീയമായ അവസ്ഥകളായിരുന്നു. ഫലം യത്റകു മിന ഇത്തിബാ ഇല്ലാ മാ അജ്സു അൻഹു. ആ സഹാബാക്കള് എന്ത് ചെയ്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്തുടരാതെ ഇരുന്നില്ല. ഇല്ലാ മാ അജ്സു അൻഹു, അവരെ വിലക്കിയ കാര്യങ്ങൾക്കൊഴികെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്തുടരാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ ഖുസൂസിയത്തുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹിക്ക് 13 കല്യാണം കഴിച്ചു, അതുകൊണ്ട് സഹാബക്കൾക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു, സഹാബക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? നിർബന്ധമായിട്ട് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹറമായിരിക്കുന്ന ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിച്ചിരുന്നു, അതുകൊണ്ട് സഹാബക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അത് സഹാബക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും പറ്റൂല. ആ വിഷയങ്ങൾ ഒഴികെ ബാക്കിയുള്ളതിലൊക്കെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നിരുന്നു. മിൻ ഹസ്വായിസി, കാരണം ആ കാര്യങ്ങൾ പിന്തുടരാൻ പറ്റാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ്. കദാലിക അഹ്ലു ത്വരീഖത്ത് തിജാനിയ, ഇതുപോലെയാണ് തിജാനി ത്വരീഖത്തിന്റെ ആളുകളും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, അവിടുന്ന് മൗനാനുവാദം നൽകിയത്, അതിനൊക്കെ പരിപൂർണമായി പിന്തുടരുന്നവരാണ്. ഫറുബമാ യസ്മഅ അഹദുന അന്നഹാ ഖാലിയത്തുൻ അൻ ഇജ്തിഹാദ്. ഇനി നമ്മള് ചിലപ്പോ ഈ ത്വരീഖത്തില് ഇജ്തിഹാദ് ഇല്ല എന്ന് ആളുകളോട് പറഞ്ഞാൽ അവർ കരുതും ഫയദുല്ലു അൻ സവാബ്, ഇത് ശരിയായ മാർഗമല്ല, ഇത് വൈപയിച്ച് പോയി ആൾക്കാർ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നത് കാരണം ഇതിൽ ഇജ്തിഹാദ് ഇല്ല, വിശ്വാസങ്ങൾ നേരിട്ടുള്ള വയ്യ എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തോ പിഴവുണ്ട്, ഇതൊന്നും അങ്ങനെ ശരിയാവുന്നില്ല, അങ്ങനെ നേരിട്ട് വിശ്വാസങ്ങൾ എടുത്തൊന്നും കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. തരീഖത്തു ഫീ മഹല്ലിഹാ ലാ യസ്ലു ഇലൈഹാ യദുൻ ഐറ മഅസൂമത്തിൻ മിനത് തഅയീരി വത്തബ്ദീലി വമിൻ ഇൻഖിതാ. ഈ ത്വരീഖത്തിന്റെ കാര്യങ്ങളുടെ രസം എന്താന്ന് പറഞ്ഞാൽ, ഈ ത്വരീഖത്തിനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഒരു കൈനെ ഏൽപ്പിക്കൂല. ആ കൈ മഅസൂമല്ലാത്ത എന്തിൽ നിന്ന് മഅസൂമ്? ഈ ത്വരീഖത്തിനെ മാറ്റം വരുത്താനും അതില് ചില കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റാനും അതുപോലെ അതില് ചില കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാസൂമായിട്ടുള്ള ഒരാളുടെ കയ്യിലല്ലാത്തത് ഏൽപ്പിക്കൂല. അതായത് ബഹുമാനപ്പെട്ട അറബി ബിൻ സായിന് തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട അമസുക്കരി തങ്ങളെ പോലെ, ബ്രാന്യാസങ്ങളെ പോലുള്ള മഹത്തുക്കൾ ഈ ത്വരീഖത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? അവർ ഈ ത്വരീഖത്തിൽ മാറ്റങ്ങൾ വരുത്തൂല, അവർ ഈ ത്വരീഖത്തിൽ പുതുതായ ഒരു കാര്യങ്ങൾ കൊണ്ടുവരൂല, അവർ ഈ ത്വരീഖത്തിൽ നിന്ന് ഒരു കാര്യത്തിന് ഉള്ള കാര്യത്തിന് ഒഴിവാക്കൂല എന്ന ഉറപ്പ് അള്ളാഹു ഒരു വിഷയത്തിൽ കൊടുത്തുകൊണ്ട് മാത്രം. അപ്പോ അവരുടെ കരങ്ങൾ അള്ളാഹു അങ്ങനെ മഅസൂമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ത്വരീഖത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയത്, അല്ലാതെ അവർ സ്വന്തമായി ഇജ്തിഹാദിൽ കൊണ്ടുവന്നിട്ടില്ല. അതായത് ഈ ഇജ്തിഹാദിലേക്ക് മടങ്ങുന്നവനാണ് യഥാർത്ഥത്തിൽ ഈ ത്വരീഖത്ത് പുതുതായ കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ലാലായവൻ, വൈബീച്ചവൻ. ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ആ ഒരു കാര്യം അവനിലേക്ക് തന്നെയാണ് മടങ്ങുക. ഫദലാലു ലാലിൻ യർജു അലൈഹി,
ആരെങ്കിലും ഈ ത്വരീക്കത്തിനെ പേപ്പിക്കാൻ ശ്രമിച്ചാൽ ആ പേപ്പിക്കൽ അവനിലേക്ക് തന്നെയാണ് മടങ്ങുക. ലാ ഇലേഹ, ത്വരീക്കത്തിലേക്ക് മടങ്ങൂല. ഇപ്പൊ നമ്മൾ നാട്ടിൽ കേൾക്കുന്നുണ്ട് ത്വരീക്കത്തില് അതിന്റെ നിബന്ധനകൾ മാറ്റിയ ഷെയ്ഖന്മാരെ കുറിച്ച്, അതിന്റെ ഔറാദ് മാറ്റിയ ആൾക്കാര്. അപ്പൊ നമുക്ക് ഭയങ്കര വെറീഡാവുക. അവരെ പറ്റിയൊക്കെ പറയണ്ടേ, നമ്മളതൊക്കെ വ്യക്തമാക്കണ്ടേ. പലപ്പോഴും നമ്മളെ ഷെയ്ഖുമായി ബന്ധപ്പെട്ടും ഇങ്ങനത്തെ കുറെ ആരോപണങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട്. അതായത് ഷെയ്ഖിന്റെ ജമാഅത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ആക്കുന്നു അങ്ങനെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മൾ പ്രതികരിക്കണ്ടേ, നമ്മളതിലും മുകളിൽ ഇടപെടണ്ടേ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവൂലേ, ഇതൊക്കെ ഇങ്ങനെ തീപ്പന്തം പോലെ തീ കത്തിച്ച പോലെ ഇങ്ങനെ പടരൂലേ എന്നൊക്കെ വിചാരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തെരീക്കത്തിന്റെ മുകളിലാണ് ഒരാൾ കളിക്കുന്നത്, എന്നാല് ആ സാധനം അവനിലേക്ക് തന്നെ മടങ്ങും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ മുകളിൽ ആരെങ്കിലും കളിച്ചാൽ, ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ദലാലത്ത് കൊണ്ടുവരാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ, എത്ര അദ്ദേഹം ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, അത് അവനിലേക്ക് തന്നെ മടങ്ങും. അത് ത്വരീക്കത്തിന് ഒന്നും ഒരു പോറലേൽപ്പിക്കാൻ ആർക്കും സാധിക്കൂല. അതായത് അത്രയും ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ് ഇതിന്റെ സംരക്ഷണം. ആർക്കും ഇതിനെ കേടുവരുത്താൻ പറ്റൂല. കേടുവരുത്തുന്നുണ്ടെങ്കിൽ അവനെ കേടുവരുള്ളൂ, ത്വരീക്കത്ത് കേടുവരില്ല. ലാ ഇലേഹ, ത്വരീക്കത്തിലേക്ക് അതിന്റെ ദലാലത്തൊന്നും കടന്നു വരില്ല. അത് ശുദ്ധമായിട്ട് തന്നെ ഇവിടെ സംരക്ഷിക്കപ്പെടും. ഈ ത്വരീക്കത്തിന്റെ മുഖം വെളിവായ ഒന്നാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒന്നാണ്, തെളിച്ചുള്ളതാണ്. ലാ നിക്കാബ് അലൈഹി, അതിലൊരു നിക്കാബൊന്നുമില്ല, അതിലൊരു മറയൊന്നുമില്ല, മറഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ത്വരീക്കത്ത് വ്യക്തമായിട്ട് എല്ലാവരും മുമ്പിലുണ്ട്. എന്തുറക്കുല്ലാഹദിൻ തശീദുഹാ ബി കിതാബി സുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ആ മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിലാവും. ഈ ത്വരീക്കത്ത് ആവുന്ന ആ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളത് കിതാബും സുന്നത്തിന്റെ മുകളിലാണ്, വേറൊന്നും കൊണ്ടല്ല എന്ന് ആ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. അയിനു കിതാബി വൈന്നമാ യുഫസ്സിറു ശാരിഉ മാ ഹഫിയ മിൻഹു ലാ ഗൈറ ബി അഖ്വാലി വൽ അഫ്ആലി. ഈ കിതാബിന്റെ സത്തനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിന്റെ മറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കി തന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഈ പരിശുദ്ധമായ കിതാബിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു. അതുപോലെ തന്നെ അതിൽ മറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നു. അപ്പൊ അവിടത്തേക്ക് എന്തില്ല, സ്വന്തമായ അതിൽ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒന്നുമില്ല. അവിടുന്ന് ഇതിനെ വിശദീകരിച്ചു തന്നതും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നതുമാണ്. വലാ തഅഖിദു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ഇദ്നുൻ മിന തശ്രീബി റഅയി. ഇതിന് സ്വന്തമായ അഭിപ്രായങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൂട്ടാൻ അധികാരമില്ല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലൈസ ലക മിൻ അംരി ഷൈഉൻ, ഇതിൽ നിങ്ങൾക്ക് ഒരു കൈകടത്തലും ഇല്ല കേട്ടോ. വഇന്നമാ കല്ലിഫ ബിതർജമതി കിതാബില്ല, കാരണം അവിടത്തേക്ക് ഉള്ള ദൗത്യം എന്ന് പറയുന്നത് ഈ കിതാബിനെ, പരിശുദ്ധമായ ഈ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരിക എന്നുള്ളത് മാത്രമാണ്. അല്ലദീ തഖദ്ദമഅന്നഹു ഐനുൽ ലൗഹുൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ മുമ്പേ ഉണ്ടായിരുന്ന ഈ കിതാബിനെ നമുക്ക് മുമ്പിൽ വിശദീകരിച്ച് തരൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം. മിൻ അൻ യസില ഇലാ ഫഹ്മിഹി അഹദുൻ ബിലാ വസാതത്തി ശാരിയ. കാരണം ഈ ഒരു കിതാബിന്റെ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യസ്ഥതയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. വിശ്വാസങ്ങൾ ഇല്ലാതെ നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ ഈ പറഞ്ഞതിന്റെ സാരം, പരിശുദ്ധമായ ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത് കിതാബിനും സുന്നത്തിലും അടിസ്ഥാനപ്പെടുത്തിയതാണ്. ഈ കിതാബ് എന്തുകൊണ്ടാ സുന്നത്ത് പറയുന്നത്? സുന്നത്ത് കിതാബിനെ വിശദീകരിക്കുന്നതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കിതാബ് തന്നെയാണ് ആ കിതാബിനെ വിശദീകരിക്കുന്ന സുന്നത്തിന്റെ മുകളിലാണ് ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. ആരെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ത്വരീഖത്തിന് എന്തെങ്കിലും കൈക്കടത്തലുകൾ നടത്താൻ ഉദ്ദേശിച്ചാൽ, അതിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അതുകൊണ്ട് ഒന്നും ആ ത്വരീഖത്തിന് സംഭവിക്കൂല. ത്വരീഖത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അള്ള സംരക്ഷിക്കും. ആ നശിപ്പിക്കൽ അവരിലേക്ക് മടങ്ങുക. അതുകൊണ്ട് ഡേഞ്ചറസ് ആ കളി, ത്വരീഖത്തുമായിട്ട് കളിക്കണ്ട ആണ് ശൈഖുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല, ത്വരീഖത്ത് സ്വയം അതിനെ നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച്, അഹ്മദ് തിജാൻ തങ്ങളെ കുറിച്ച് ആരോപണം പറയുന്നവര്, അവരോടൊക്കെ നമുക്ക് മറുപടി പറയാനൊന്നുമില്ല. കാരണം അവർക്ക് സ്വയം അവരെ മക്കാമു മതി അവർക്ക് മറുപടിയായിട്ട്. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതുതായി അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ത്വരീഖത്തിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഈ ത്വരീഖത്തിന്റെ മക്കാമു തന്നെ മതി അവർക്ക് മറുപടിയായിട്ട്. എന്ത് ചെയ്യേണ്ട, നമ്മൾ പുതുതായി പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ ഡ്യൂട്ടി മാത്രം ചെയ്യാന്നല്ലാതെ നമ്മൾ ഇതിന്റെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് ബാഹ്യമായും ആന്തരികമായും ആന്തരികത്തിന്മേൽ ആന്തരികമായുമുള്ള എല്ലാ കാര്യങ്ങളും, വെളിവായതും മറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ
തുടക്കത്തിലുള്ളതും അവസാനത്തിലുള്ളതും ഒക്കെ അവിടുന്ന് നേടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ടാണ്. ഫഹുവ നുഖ്തത്തുൽ ഹിക്മ, അവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്തിന്റെ കേന്ദ്രബിന്ദു. ഫഇന്നഹു വരിസ അഹ്ലുൻ നുബുവത കുല്ലഹും ഇർസൻ താമ്മൻ, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ പരിപൂർണമായ അനന്തരാവകാശം കൈപ്പറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ അനന്തരാവകാശം പരിപൂർണമായും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആസിബൻ ലി മഖാമിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഖാമിന്റെ പൂർണ്ണനായ അവകാശി അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മുഹ്തവിയൻ അലാ കുനൂസിഹിം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ കുനൂസിനെ, ആ ഒരു രഹസ്യ നിധിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ആളും അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മാത്രമാണ്. ഫകൈഫ ഖദ് ഹാസ കുല്ല സയ്യിദിഹിം വതഹല്ലക ബിഅഖ്ലാഖിൽ ഇലാഹിയ്യതി വബിഅഖ്ലാഖിൻ നുബുവ്വതി നബവിയ്യതി വസ്തമല അലാ സിദ്ദി കുതുബിയ്യതി കുല്ല കുതുബിൻ വലാ സിദ്ദീഖിയ്യതി കുല്ലു സിദ്ദീഖിൻ ഈമാന കുല്ലു മുഅ്മിനിൻ വഇഹ്സാന കുല്ലു മുഹ്സിനിൻ. അപ്പൊ ചോദിക്കുകയാണ് ശൈഖ് അവറുകൾ, കൈഫ ഖദ് ഹാസ, ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് പറയാനാണ്, എന്താണ് അവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. കുല്ലു സയ്യിദിൻ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. തഹല്ലഖ ബി അഖ്ലാഖി ഇലാഹിയ, ഇലാഹിയ അഖ്ലാഖ് കൊണ്ട്, സ്വഭാവം കൊണ്ട് അവിടുന്ന് സ്വഭാവവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബി അഖ്ലാഖി നബവിയ്യ, അതുപോലെ നബവിയായ സ്വഭാവങ്ങൾ കൊണ്ട് ശൈഖ് അവർക്ക് സ്വഭാവം ലഭിച്ചിട്ടുണ്ട്. കുതുബാനിയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. കുല്ല കുത്തുബിൻ, എല്ലാ കുത്തുബുകളുടെയും, കുത്തുബാനിയത്തിലുള്ള എല്ലാ കുത്തുബുകളുടെ രഹസ്യം അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. വലാ സിദ്ദീഖിയ്യത കുല്ലു സിദ്ദീഖീൻ, അതുപോലെ തന്നെ സിദ്ദീഖുകളുടെ കൂട്ടത്തിലുള്ള എല്ലാ സിദ്ദീഖുകളുടെയും മഖാമു ശൈഖ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈമാന കുല്ലു മുഅ്മിനീൻ, മുഅ്മിനുകളുടെ എല്ലാ ഈമാനും, ഇഹ്സാന കുല്ലു മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ എല്ലാ ഇഹ്സാനും, ഇതൊക്കെ ശൈഖ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനൊക്കെ ഉള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ശൈഖ് അവർ ചോദിക്കാണ്. വഖമലതു ഫീഹി ലില്ലാഹിൽ ഹംദു നുസ്ഖതൻ നബവിയ്യതു സാതൻ വമാഅനം വഖുൽഖൻ വഖുൽഫൻ. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് പറയാണ്, അവിടുത്തെ അള്ളാഹു പരിപൂർണനാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകർപ്പ് പോലെ. അപ്പൊ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകർപ്പ് പോലെ ആയിത്തീർന്നു. എങ്ങനെയായി? ദാത്തൻ, അവർ സത്ത കൊണ്ട്, മായനൻ സാരം കൊണ്ട്, വഹുലുക്കൻ സ്വഭാവം കൊണ്ട്, വഹുൽഫൻ അതുപോലെ അനന്തരാവകാശം കൊണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാത്ത് കൊണ്ടും സാരം കൊണ്ടും സ്വഭാവം കൊണ്ടും അനന്തരാവകാശം കൊണ്ടും ഒക്കെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു പകർപ്പായി മാറി. വസലക അല്ലാഹു മസ്ലക ദായിറ ഫദ്ലി, അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹുവിന്റെ ദായിറത്തുൽ ഫദ്ലിന്റെ ലോകത്ത് ഒരു സുലൂക്ക് നടത്തി. ദായിറത്തുൽ ഫദ്ലും അതിലും ഉണ്ടല്ലോ. അതായത് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, അതിന് കൂലിയിട്ട് അതിന് ദായിറത്തുൽ അതിലെന്ന് പറഞ്ഞാൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് വെറുതെ കൊടുക്കുക. അപ്പൊ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ഫദ്ലിന്റെ മാർഗത്തിലാണ് യാത്ര ചെയ്തത്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉയർച്ച കൊണ്ട് തന്നെ അവിടുത്തെ പിന്തുടർന്ന ആൾക്കാരൊക്കെ ആ ഉയർച്ചയിലേക്ക് എത്തിച്ചേർന്നു. ഫൈദാ അലിംതുഹു ഫഅലം അയലൻ അന്ന മഖാമ അസ്ഹാബിഹി അലാ മഖാമിഹി ഫീ റഫഇയ്യതി വസമദിയ്യതി വസാരി അഹ്കാമുൽ മർഫൂ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്കറിയണം, ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമിലാണ് അവിടുത്തെ അസ്ഹാബുകളൊക്കെ, അവിടെ പിന്തുടരുന്ന ആൾക്കാരൊക്കെ. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എത്ര ഉയർച്ചയിലാണോ ആ ഉയർച്ചയിലൊക്കെ ഈ അസ്ഹാബിങ്ങളിലേക്കും അള്ളാഹു ഉയർത്തും. എത്ര സമദാനിയത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ഒരവസ്ഥ അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതിലേക്കൊക്കെ ഈ മുരിദന്മാരെയും അള്ളാഹു ഉയർത്തും. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർത്തപ്പെടുന്നത്? അവര് അല്ലല്ലാത്ത എല്ലാം ഒഴിവാക്കിയവരാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരിദന്മാർ അല്ലല്ലാത്ത എല്ലാം ഒഴിവാക്കിയവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉയർത്തപ്പെടുന്നത്. ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് താഴ്ത്തപ്പെടുന്നത്? അവര് അല്ലല്ലാത്ത കാരണങ്ങളിലേക്ക് മടങ്ങിയത് കൊണ്ടാണ്. فأصحابه وإن كانت ظواهر بعضهم بعضا قليلا غير مناسبة لمقامهم الذي هو مرتبة شيخهم بحيث يحب الرئاسة والهلاء والطمع والحرص فعن قريب يرد مقامه الذي ربطه الله في عدله وهو مرتبة شيخه. അപ്പോൾ വാനോക്കൾ പറയാണ്, അസ്ഹാബുഹു ഈ ശൈഖ് അഹ്മദ് തിജാനി തങ്ങളുടെ അനുചരന്മാർ മുരീദന്മാർ വൈൻ കാനത്ത് ലവാഹിർ ബാദിഹിം
അവരിൽ നിന്നുള്ള ചില ആളുകളുടെ ബാഹ്യമായ സ്വഭാവത്തെ നിങ്ങൾ കണ്ടു. കലീലിന് അയറ മുനാസബത്തിൽ മക്കാമിഹിം, അവരുടെ മക്കാമിനോട് യോജിക്കാത്ത ചില രൂപങ്ങൾ. അല്ലദീഹുവ മർത്തബദു ഷെയ്ഖും, അവരുടെ മക്കാമിന്റെ പ്രത്യേകത എന്താണ്? അത് ഷെയ്ഖ് അവരുടെ തന്നെ മക്കാമാണ്. കാരണം അവർക്ക് ആ മക്കാമ് കിട്ടിയത് ഷെയ്ഖിന്റെ മക്കാമ് കൊണ്ടാണ്. അപ്പോ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങളുടെ അനുചരന്മാരിൽ, ശിഷ്യന്മാരിൽ അവർ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഉന്നതമായ സ്ഥാനത്തുള്ള ആൾക്കാരിൽ നമ്മൾ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ, ഏതുപോലെ ഹുബ് റിയാസ അവരെന്ത് ചെയ്തു? സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മള് ഇഖ്വാനികൾ, ഇപ്പൊ തിജാനികളായ ആളുകൾക്ക് നമ്മൾ ഉന്നതമായ പദവികളൊക്കെ ഉണ്ടെന്ന് പറയണു. പക്ഷെ എന്നാലും ചിലപ്പോൾ അവര് തുടക്കത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് അവര് ആ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവരുണ്ടാവുക. ചിലപ്പം അവർക്ക് പല കാര്യത്തിൽ അക്ഷമയാവുന്ന ഒരവസ്ഥ ഉണ്ടാവും. അല്ല ഹല, പല കാര്യങ്ങൾക്ക് ക്ഷമ കൈക്കൊള്ളവർക്ക് പ്രയാസം ഉണ്ടാവും. വത്തമ, അത്യാഗ്രഹങ്ങൾ ഉണ്ടാവും. വൽ ഹിർസ്, ആർത്തിയൊക്കെ ഉണ്ടാവും പല വിഷയങ്ങളിലും. അങ്ങനെ ആണെങ്കിലും നിങ്ങൾ അങ്ങനത്തെ സ്വഭാവമൊക്കെ അവരിൽ കണ്ടാലും ഫഅൻ ഖരീബുൻ യർദുഹു മഖാമുഹു അല്ലദീ റബതഹു അല്ലാഹു ഫീ അസ്ലിഹി വഹുവ മർത്തബത്തു ഷെയ്ഖ്, അവരുടെ ഷെയ്ഖിന്റെ മർത്തബ കൊണ്ട് അവർക്ക് അള്ളാഹു മുമ്പേ തീരുമാനിച്ച മർത്തബയിലേക്ക് അവര് ഉടൻ മടങ്ങിപ്പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോ ഒരു തിജാനി ആണ്, ഒരു നല്ലൊരു തിജാനിയാണ്, പക്ഷെ അദ്ദേഹത്തിന് ചില ദുർഗുണങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ ആ ദുർഗുണങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിലയിരുത്താൻ പോകരുത്. കാരണം ആ ദുർഗുണങ്ങളൊക്കെ കുറച്ചു കഴിഞ്ഞ് പോയിട്ട് എന്താണോ അവർക്ക് ഷെയ്ഖ് ഉദ്ദേശിച്ച മക്കാമ്, ആ മക്കാമിലേക്ക് അവർ മടങ്ങുന്നത് നിർബന്ധമായി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ പോകരുത്. വയ്യാക്ക. അതുകൊണ്ട് തീവ്രമായി, അതിശക്തമായി ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യാണ്. അൻ തബ്ഹസ ഫീ അഹ്വാലി അഹദിൻ മിൻഹും, ഈ മുരിദന്മാരിലെ, തിജാനികളായ മുരിദന്മാരിലെ ഏതെങ്കിലും ആളുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞന്വേഷിക്കുന്നത് പരിപാടി നിർത്തണമെന്ന്. നമ്മളുണ്ടല്ലോ, എന്താ അവന്റെ പാട്, എന്താ അവൻ ചെയ്യണത്, എന്താ അവള് ചെയ്യുന്നത്, അവളെന്താ അപ്പൊ അങ്ങനെ, ഇവളെന്താ ഇങ്ങനെ, അവനെന്താ അങ്ങനെ, ഇവനെന്താ അങ്ങനെ, ചികഞ്ഞന്വേഷിക്കുക, അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുക. എങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് ഇയ്യാക്ക ഞാൻ തീവ്രമായി താക്കീത് ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടി ചെയ്യരുത്. ഫൈനഹും സിഫാത്തുൽ ഖുലൂബ് വൽ മറാത്തിബ്, കാരണം ഈ തിജാനികളുണ്ടല്ലോ, അവർ കുലൂബ് മർത്തബകളുടെയും കുലൂബിന്റെയും വിശേഷണങ്ങളുടെ ആളുകളാണ്. അള്ളാഹു ആദ്യം തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയത്. ഈ തെരഞ്ഞെടുപ്പാന്നുള്ളതിന്റെ പ്രത്യേകത തന്നെയാണ് പല ആൾക്കാരും നമ്മൾ ഒരേ ടൈപ്പ് ആൾക്കാരല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ സംഘടനയിലൊക്കെ പോയാൽ കാണാം, എന്തുണ്ടാവും, എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഇപ്പോ ഒരേപോലെ നിസ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നത്, ഒരേ വേഷക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണാം. നമ്മൾ ത്വരീഖത്തിലേക്ക് വന്ന അങ്ങനൊന്നുമില്ല. ഇതിലെന്തുണ്ടാവും, നല്ല പണ്ഡിതന്മാരുണ്ടാവും, പാമരന്മാരുണ്ടാവും, നല്ല വിഭാഗത്തിലൊക്കെ ഉഷാറുള്ളവരുണ്ടാവും, തീരെ ഉഷാറുള്ളവരില്ലാത്തവരുണ്ടാവും, കളിച്ചിരിച്ച് നടക്കുന്നവരുണ്ടാവും, ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പൊ അള്ളാഹു ഇതിനെ തെരഞ്ഞെടുത്തതാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ അതിനും വലിയ തെളിവൊന്നും ആവശ്യമില്ല. ഇത് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പുള്ളത് ആളുകളുടെ അവസ്ഥ പിന്നീട് നമ്മൾ മനസ്സിലാവും. അവരുടെ ആക്കിബത്ത് നമുക്കറിയില്ല. ആക്കിബത്തിൽ അവർ നന്നാവുക അധികവും, അല്ല അതിന്റെ മുമ്പൊക്കെ ആയിട്ട് നന്നാവുക. ഇപ്പൊ അവർ ചിലപ്പോൾ മോശം അവസ്ഥയിലൊക്കെ ആയിരിക്കും, അവർക്ക് ചില പല മോശം ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഗുണങ്ങളിലേക്ക് നോക്കാൻ നമ്മൾ പോകരുത്. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം അവരുടെ അവസാനം നല്ല അവസ്ഥയിലായിരിക്കും. ആ അവസാനം നല്ല അവസ്ഥയിലായിരിക്കെ നിങ്ങൾ അവരുടെ ഇപ്പോഴുള്ള അവരുടെ കുറവിലേക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ആ കുറവിലേക്ക് നോക്കാൻ പോകരുത്. വലാ യദുർറുഹും മാ ഫഅലൂഹു കമാ തഖദ്ദമ മിൻ ലമനാത്തിൻ നബവിയ്യ. വലാ യദുർറുഹും, അവരെ ഒരിക്കലും ഒരു തെറ്റ് ഉപദ്രവിക്കൂല. മാ ഫഅലൂഹു, അവരെ പ്രവർത്തികളുണ്ടല്ലോ, അവരിപ്പോ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതുക, ആ മോശം കാര്യങ്ങൾ അവരൊരിക്കലും ഉപദ്രവിക്കൂല. കമാ തഖദ്ദമ ഫി ലമനാത്തിൻ നബവിയ്യ, നുബുവത്തിന്റെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അമ്മത്തി ജാന്തങ്ങളോട്, എന്ത് തെറ്റ് എന്നെ മുരീദന്മാർ ചെയ്താലും അവർക്ക് ഈ അവസ്ഥകളൊന്നും ഉണ്ടാവും, അവർക്ക് അവസ്ഥകൾ കിട്ടാതിരിക്കൂല. അള്ളാഹു അവർക്കൊക്കെ പുറത്തെടുക്കും. ഉന്നതമായ അവസ്ഥകൾ അള്ളാഹു കൊടുക്കും. ഒറ്റ കാര്യം ചെയ്യേണ്ടത് അവർ അള്ളാഹുവിന്റെ മക്റിനെ സൂക്ഷിക്കുന്നവരാണ്. അപ്പം അള്ളാഹുവിന്റെ മക്റിനെ സൂക്ഷിക്കുന്നവർ തന്നെ ഇടക്കൊക്കെ തെറ്റ് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ട് ഏതോ ആ ചങ്ങായി കണ്ടില്ല, അങ്ങനെ ചെയ്യുന്ന ആളാണ്, അവള് കണ്ടില്ല എങ്ങനെ ചെയ്യുന്ന ആളാന്ന് വിചാരിച്ച് അവർ പിന്നാലെ നമ്മൾ പോവാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. കാരണം ആ പ്രവർത്തനം കൊണ്ട് അവര് അതാണ് മക്രം സൂക്ഷിക്കുന്നവരാണെങ്കിൽ, അത് നന്നായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവരൊരിക്കലും അവർ ദ്രോഹം ചെയ്യൂല. അത് എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും ദ്രോഹം ചെയ്യൂല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയതാണ്. വലാ തഅതരിദു അലൈഹിം ബിളവാഹിഹിം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ കണ്ട് അവരെ എതിർക്കാൻ നിൽക്കരുത്. എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങൾ കണ്ട് അവരെ എതിർക്കാൻ നിൽക്കരുത്.
ഫഇന്നഹും മാ അത്ലാഹുമുല്ലാഹു അലാ കൻജി സആദതി ഇല്ലാ വഹും സആദതു ഇൻദഹു. അള്ളാഹു ആദ്യേ അവർക്ക് വിജയം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹു ഈ ഒരു വഴിയിലേക്ക് അവരെ കൊണ്ടുവരില്ലായിരുന്നു. അപ്പൊ അവർ ഈ വഴിയിലേക്ക് എത്തിയത് അവരിതിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആദ്യേ അള്ളാഹു അവർക്ക് തീരുമാനിച്ചിട്ടുണ്ട്, വിജയം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ വിജയം അള്ളാഹു തീരുമാനിച്ച ആളുകൾക്ക് ബാഹ്യമായ അവർക്ക് എന്തവസ്ഥയിലാണെങ്കിലും അവരെങ്ങൾ എതിർക്കാൻ നിൽക്കരുതേ. കാരണം ആ അവസ്ഥയൊക്കെ മാറിപ്പോവും, ആ അവസ്ഥയൊക്കെ കഴിഞ്ഞു പോവും, അവർ നല്ല അവസ്ഥയിലേക്ക് മാറും. നമ്മളെ എതിർത്ത നമ്മളെ അവസ്ഥ മോശമായി പോവും. ലൈസ ലിവാഹിദിൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ ലിവാഹിദിൻ അയ്യദ്ഖുല ഖാഫത്തു അസ്ഹാബി, ഔലിയാക്കന്മാരിൽ ഒരാളും ഇല്ല അയ്യദ്ഖുല ഖാഫത്തു അസ്ഹാബി, തന്റെ അനുചരന്മാരെ മുഴുവൻ പ്രവേശിപ്പിക്കുന്നവരായിട്ട് അൽ ജന്ന, സ്വർഗത്തിൽ, ബിലാ ഹിസാബിൻ വലാ ഇഖാബിൻ, ഒരു ചോദ്യമോ അതുപോലെ തന്നെ ശിക്ഷയോ ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരായിട്ട് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഒരാളും ഇല്ല. വലോ ഫാലു മാ ഫാലു, അവരെന്ത് തന്നെ പ്രവർത്തിച്ചാലും ശരി, ബലവു മിനൽ മാസി, അവരുടെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും ശരി, മാ ബലവു ഇല്ല അനവാഹിദി, ഞാൻ ഒഴികയാൻ. അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ മുരീദന്മാര് എത്ര വലിയ പാപികളാണെങ്കിലും അവരെന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അവര് അള്ളാഹുവിന്റെ മക്റിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവര് പൂർണ്ണമായും ഒരു ഹിസാബും ഇല്ലാതെ, ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഔലിയാക്കന്മാരെ കൊടുത്ത് വേറെ ആർക്കും കിട്ടിയില്ല. അപ്പൊ അങ്ങനെയാണ് തിജാനികളുടെ അവസ്ഥ. എന്നിരിക്കെ ഏതെങ്കിലും ഒരു തിജാനി ഒരു തെറ്റ് ചെയ്തു, അല്ല കുറെ തെറ്റ് ചെയ്യുന്നുണ്ട്, അല്ല തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലായിട്ട് നമ്മൾ അവരെ കാണുന്നത്, അവരെ എതിർക്കാൻ നമ്മൾ പോകരുത്, അവരെ നീയത്ത് നമ്മൾ പരിശോധിക്കാൻ നിൽക്കരുത്. നമുക്കറിയില്ല അവരുടെ അവസ്ഥ എന്താ, നമ്മൾ അവരെ എതിർക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ പോകരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ പരാജയപ്പെട്ടു. കാരണം അവരെ അള്ളാഹു തിജാനിയായിട്ടാണ് മരിപ്പിക്കണമെങ്കിൽ ഈ അവസ്ഥകളൊക്കെ അവർ മാറുന്നുള്ള 100% ഉറപ്പാ. മാറിയേ തീരൂ, അവർ മാറും. ശേഖം അവരെ മാറ്റുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ കൺസേൺ ആവണ്ട. ഇപ്പൊ അവർ എന്ത് അവസ്ഥയിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ മാറും. അതേസമയം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ ഈ ത്വരീഖത്തിന് പുറത്തു പോകും. നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസമായി തീരും. നമുക്ക് ഈ തൗഫീഖ് അള്ളാഹു എടുത്തു കളയും. ഇതാണ് നമുക്ക് സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക, ത്വരീഖത്തിന്റെ ആളുകളെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവരെ കുറ്റങ്ങൾ ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യരുത്. വഹുവ റിജാലുൽ വിലായത്തി മിൻ നശാഅത്തിൽ ആലമി ഇലാ നഫഹത്തി ഫി സുവൂർ. കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആണ് ഇങ്ങനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ആരായിരിക്കണം? മൂപ്പര് തുടക്കം മുതൽ ലോകം ഉണ്ടായത് മുതൽ അവസാനം വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ നേതാവാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഫൈൻകാന മുറബിയൻ ബീദിന് ഷേഖ്. ഇനിയിപ്പോ അതില് നമ്മൾ ത്വരീഖത്തിൽ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ മുറബികളായിട്ടുള്ളവർ, ഷെയ്ഖിൽ നിന്ന് സമ്മതം കിട്ടി ആളുകൾക്ക് തർബിയത്ത് ചെയ്യാനും മുറബിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എല്ലാവർക്കും വേറെ ഇഖ്വാനികളെ കുറവിലേക്കൊന്നും നോക്കാൻ പാടില്ല, അവർക്ക് തിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും ഉള്ളതാണോ? എല്ലാം. എന്നാൽ ചില ആളുകൾക്ക് അതിൽ മുറബികളായിട്ടുള്ളവരുണ്ടാവും. ആ മുറബികൾക്ക് എന്ത് വേണം? അവര് ഫാഖ്ബഹമാ കബഹു ശറഅ, ശരീഅത്ത് എന്താണോ വിലക്കിയിട്ടുള്ളത് അതൊക്കെ ആളുകൾക്ക് വിലക്കിയതായിട്ടും മോശപ്പെട്ടതായിട്ടും, ശരീഅത്ത് എന്താണോ മോശമുള്ളത് മോശപ്പെട്ടതായി പറഞ്ഞത് മോശപ്പെട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് അവർക്ക് നിർബന്ധമാണ്. ആയ അതോടൊപ്പം അതിനെ അവർ വലിയ അളവിൽ വെറുക്കുകയും ചെയ്യണം. വലാ തസ്തഖ്ദിറു ഫായില, പക്ഷെ ഒരിക്കലും അത് പ്രവർത്തിക്കുന്ന ആൾക്കാർ വെറുക്കാൻ പാടില്ല. അപ്പോ അങ്ങനെ മുറബിയായി നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അവനെന്ത് ചെയ്യണം? ശരീഅത്ത് പഠിപ്പിച്ച ശരീഅത്തിൽ മോശമായ കാര്യങ്ങൾ മോശമാണെന്ന് പഠിപ്പിക്കണം, നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പഠിപ്പിക്കണം. അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളെ വെറുക്കുകയും വേണം. പക്ഷെ ഒരിക്കലും അത് ചെയ്ത വ്യക്തിനെ വെറുക്കാൻ പാടില്ല. ആ വ്യക്തിനെ വെറുക്കുന്നതാണ് അവന് പറ്റൂല, അവന് യോജിച്ചതല്ലത്. ഫൈനഹു മർഫൂഉൽ മഖാമു അലാ അയ്യി ഹാലത്തിൻ കാന. കാരണം ഈ വ്യക്തി ആ ഒരു പ്രവർത്തനം ചെയ്താൽ പോലും അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്, അവർ എത്ര മോശപ്പെട്ട ആളാണെങ്കിൽ ശരി. കാരണം അവൻ തിജാനിയാണോ, ഇതിന്റെ വിക്കറ് കൊണ്ടെടുക്കുന്ന ആളാണോ, അവൻ അള്ളാഹിന്റെ മക്റിനെ സൂക്ഷിക്കുന്നവനാണോ, അവൻ എത്ര തെറ്റ് ചെയ്താലും അവൻ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്. അതുകൊണ്ട് ആ വ്യക്തിനെ ഒരിക്കലും വെറുക്കാൻ പറ്റൂല, അവന് ഓപ്ഷനില്ല വെറുക്കാൻ. അതിന് ഉദാഹരണം ശേഖറുകൾ നൽകുക, നല്ല രസകരമായ ഉദാഹരണം. തീറു, ഈ ഒരു പറക്കുന്ന പറവനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ കൂട്ടിലേക്ക് തന്നെ മടങ്ങി വരും. തർജില വക്രിഹ, അത് പറന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടില് പ്രാവൊക്കെ കൂട്ടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ ആ കൂട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നത് കണ്ടില്ലേ? ആ ഒരു അവസ്ഥ പോലെ. മർത്തബത്തു ഷെയ്ഹിം, അവരുടെ ആ കൂട് എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ മർത്തബയാണ്. അപ്പോ ഇവരിഞ്ഞ് അഥവാ തെറ്റ് ചെയ്തു പോയാലും
ഇവർ ഷെയ്ഖിന്റെ നിബന്ധന പാലിക്കുന്നുണ്ടെങ്കിൽ, ദിക്ർ കൊണ്ടെടുക്കുന്നവരാണെങ്കിൽ ഷെയ്ഖൻ അവരെ പിരിച്ച് ആ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. അത് ഷെയ്ഖിന്റെ ഉത്തരവാദിത്തം, അത് ഷെയ്ഖ് ചെയ്തോളും. അതേസമയം നമ്മൾ ആ ഒരു കൂട്ടിന് പുറത്തു പോയതിന്റെ പേരിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിന്നാല് കുറച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ടുണ്ടാവും, നമ്മൾ അതുകൊണ്ട് മോശപ്പെട്ടവരായി തീരും, നമ്മൾ പുറത്താക്കപ്പെടും. അപ്പോ ഈ മുരീദന്മാര് തെറ്റ് ചെയ്യുന്നതിന് ഉദാഹരണം പറഞ്ഞത് ഒരു കിളി കൂട്ടുന്ന് പുറത്തു പോകുന്നത് പോലെയാണ്. കൂട്ടുന്ന് പുറത്തു പോയിട്ട് തിരിച്ച് കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ആ കൂട് ഷെയ്ഹാവുന്ന കൂടാണ്. ഫമൻ ഖാന ഇൻദഹു ഇദ്നുൻ മിൻ തൻഖീസിൽ ബഹായിർ. അതുപോലെ തന്നെ പിന്നെ ഈ ഹൃദയങ്ങളാകുന്ന വൃക്ഷങ്ങളെ എന്താ പറയാ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ശരിപ്പെടുത്തുന്ന പരിപാടിയാണ് ഗാർഡൻ. അതായത് നമ്മൾ പൂന്തോട്ടത്തില് ആൾക്കാരിങ്ങനെ ഈ ഒരു കത്രികയായിട്ട് ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുന്ന കണ്ടില്ലേ? അതിനെന്താ പറയാ മലയാളത്തില്, എനിക്കറിയില്ല. അതായത് അതിന് ബുഷൊക്കെ ഉണ്ടെങ്കിൽ ബുഷൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന പരിപാടി. അതേപോലെ ഹൃദയങ്ങളുടെ പൂങ്കാവനത്തില് ഹൃദയങ്ങളുടെ ചില്ലകളൊക്കെ, അനാവശ്യമായ ചില്ലകളൊക്കെ കട്ട് ചെയ്യാൻ സമ്മതം കിട്ടിയ ആൾക്കാരുണ്ടാവും. ആരിഫൻ കൈഫിയത്തോ, അവർക്ക് എങ്ങനെയാണ് അത് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഫലഹു അമലു, അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ഒരാളുടെ തെറ്റ് തിരുത്തി കൊടുക്കുക, എല്ലാവർക്കും പറ്റൂല. ഇതിന്റെ കൈഫിയത്ത് അറിയുന്ന ആൾക്കാരുണ്ടാവും. ഹൃദയങ്ങൾ എങ്ങനെ, എവിടെയാണ് അതിനെ ശരിപ്പെടുത്തേണ്ടത്, എവിടെ കട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ചിലപ്പോ ഈ ബുഷൊക്കെ കട്ട് ചെയ്യുന്ന കത്രിക ആരെങ്കിലും കൊടുത്തിട്ട് അവർ നേരെ പോയി മെരടം കൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും, ആ ചെടി ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ കട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഓരോ സൈഡിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസകരമായിട്ടുണ്ടാവും ആ ഒരു ചെടി. അതേപോലെ അങ്ങനെ കട്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് കട്ട് ചെയ്യാം, എല്ലാത്തവർക്കും പറ്റൂല. അപ്പൊ ഇതേപോലെ നമ്മൾ തിജാനികൾക്ക് ചില ആളുകൾക്ക് അതിന് സമ്മതം ലഭിച്ചവരുണ്ടാവും, മറ്റുള്ള ഒരു വിഷയങ്ങളിൽ ഇടപെടാനും അവരോട് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാകും തിരുത്തി പറഞ്ഞു കൊടുക്കാനും, അതിങ്ങനെയല്ല കേട്ടോ അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ അനുവാദം ലഭിച്ച ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്യാം. അല്ലാത്തവരും മുണ്ടാതിരിക്കുക, പരിപാടിക്ക് പോകാൻ പാടില്ല. വമൻലാ ഫല, ആരെങ്കിലും ആ പരിപാടി അതറിയില്ലേ, അതിന് സമ്മതം ലഭിച്ചിട്ടില്ലേ, ആ പരിപാടിക്ക് പോകരുത്, നമ്മൾ നഷ്ടപ്പെട്ടവരായിപ്പോ. ഫഅമലുഹു മുബ്തിലുൽ ആർസി വമുബ്തിലു മഖാമു ഇൻദ റബ്ബിൽ ബഹീറ. ഇനി ആർക്കെങ്കിലും ഇത് അറിയാതാണ് പണി ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മൾ വലിയ ഷെയ്ഖായിട്ട് ഇങ്ങനെ ഓരോ മുരീദന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, അത് തിരുത്തണം, ഇത് തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയി ഇങ്ങനെ പറയാന്ന് കരുതുക. അവിടെ എന്താ സംഭവിക്കുക? ഫാമിലി മുബത്തുലിൽ ആർസി, ആ ചെടിയെ തന്നെ കട്ട് ചെയ്യുന്ന പോലെയാണത്. ഇപ്പൊ ഈ കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാര് ഇതിന്റെ മുകളിൽ കട്ട് ചെയ്യേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്യുന്നതിന് പകരം ചെടീനെ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് അവൻ. ഒമ്പത്തിലോ മക്കാമോ ഇന്റെ റബ്ബിൽ ബഹീറ. അതുപോലെ തന്നെ ആ പൂന്തോട്ടത്തിന്റെ യജമാനന്റെ അടുത്ത് നിന്ന് സ്ഥാനം അയക്കാൻ നഷ്ടപ്പെടും. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പൊ ഒരാൾക്ക് ത്വരീഖത്തില് ഈ ഇഹ്വാനികളെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇടപെട്ട് അവർക്ക് എന്തെങ്കിലും തിരുത്താനുള്ളത് തിരുത്തി, അങ്ങനെയുള്ള അനുവാദമൊന്നും ഇല്ലാന്ന് കരുതാം. അപ്പൊ അയാൾ പോയിട്ട് ഇങ്ങനെ ഇഹ്വാനിങ്ങൾക്ക് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അവരോടുകൂടി എന്താ സംഭവിക്കുക? ആ ഇഹ്വാനിങ്ങളെ കാര്യവും ഇവരുടെ കാര്യവും ഒക്കെ പാത്തിലാവും. മാത്രമല്ല ഇവർക്ക് ഷെയ്ഖിന്റെ അടുത്തുള്ള സ്ഥാനം ഉണ്ടല്ലോ, അതും നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ഇയാൾക്ക് ഈ സമ്മതം കൊടുത്തിട്ടില്ല ഇതിങ്ങനെ തിരുത്താനും, ഈ തിരുത്തണം വേറെ ആൾക്കാർ തിരുത്താനും, അവർക്ക് വേണ്ട കറക്ഷൻ പറഞ്ഞു കൊടുക്കാനും, ഇത് ചെയ്യുന്ന നല്ലത്, ഇത് ചെയ്യുന്ന നല്ലതല്ല എന്നൊക്കെ പറയാനും സമ്മതം വേണം. അല്ലാതെ വെറുതെ പോയിട്ട് ഇതൊക്കെ പറയാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ പരാജയപ്പെട്ടു പോവും, നമുക്ക് ഷെയ്ഖിന്റെ ഭാഗത്തുള്ള സഹായം മുറിഞ്ഞു പോവും, അതോടുകൂടി 50 തിജാനി ഇല്ലാണ്ടായി പോവും. അള്ളാഹു കാക്കട്ടെ. ഫം, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. വസല്ലം സല്ലിം, നിങ്ങൾ ഇതിന് കീഴ്പ്പെടുക. തസല്ലം, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. വയ്യാക്ക, അതുപോലെ തന്നെ ഞാൻ എന്നെ താക്കീത് ചെയ്യുന്നു, നിങ്ങളെയും താക്കീത് ചെയ്യുന്നു. അൻതജ്സുറ ബിലിസാനി അലൈഹിം, നിങ്ങൾ നിങ്ങളുടെ നാവിനെ അവർക്കെതിരെ നീക്കുന്നതിന് തൊട്ട്, ഇഹ്വാനികളുടെ എതിരെ നിങ്ങൾ നാവിനെ ചലിപ്പിക്കുന്നതിന് തൊട്ട് ഞാൻ നിങ്ങൾ താക്കീത് ചെയ്യുന്നു. അത്താ തഖൂലു ഫുലാനു ലൈസ മിൻ അഹ്ലി ത്വരീഖ. ഏതാ ആ വാക്കിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പറയും ഇന്ന ആളുണ്ടല്ലോ, അയാള് ത്വരീഖത്തിലുള്ള ആളൊന്നല്ല, അലാഫാലി, കാരണം അയാൾ ഇങ്ങനെ മോശപ്പെടുത്ത കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയല്ലോ അയാൾ കള്ളുപിടിക്കുന്നവനാണ്, അതുകൊണ്ട് ത്വരീഖത്തിലുള്ള ആളല്ല, വ്യഭിചരിക്കുന്നവനാണ്, അതുകൊണ്ട് ത്വരീഖത്തിലുള്ള ആളല്ല, അയാൾ ഇങ്ങനൊക്കെ പ്രവർത്തി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ത്വരീഖത്താരനാ, എന്ത് തിജാനിയാണവൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ പറയുന്നെങ്കിൽ അതിന് ഇനി പറഞ്ഞ തജിസറു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുക ആരാന്നൊക്കെ ഉള്ള ചോദ്യമാണ്. ഹൗ ഡെയർ യു എന്നൊക്കെ ചോദിക്കുമല്ലോ, അതേപോലെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഫമൻ സബഖത് ലഹുൽ ഇനായതു ലാ തദുറുൽ ജിനായ, നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കെങ്കിലും അള്ളാഹു ആദ്യേ പരിരക്ഷ ഉറപ്പുവരുത്തിയാൽ, ഇനായത്ത് അള്ളാഹിന്റെ പരിരക്ഷയാണ്, അള്ളാഹിന്റെ
പരിലാളനയാണ്. അള്ളാഹു ആദ്യമേ ഒരാൾക്ക് അവന്റെ പരിരക്ഷയും കെയറും ഒക്കെ ഉറപ്പുവരുത്തിയാൽ ലാ തളറുൽ ജിനായ, അവന്റെ തെറ്റുകളൊന്നും അവനെ ഉപദ്രവിക്കൂല. അപ്പൊ ഒരു തിജാനിക്ക് ആദ്യം യഥാർത്ഥത്തിൽ അവൻ തിജാനിയായിട്ട് മരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവന് എന്ത് തെറ്റ് തന്നെ ചെയ്താലും അവന് അള്ളാഹുവിന്റെ ഇനായത്തിലാണ്, സംരക്ഷണത്തിലാണ്. അവന്റെ എന്ത് തെറ്റായാലും അവന് ഉപദ്രവം ചെയ്യില്ല. അപ്പൊ നമ്മൾ പോയിട്ട് അയാൾ ഈ തെറ്റ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ ത്വരീഖത്തിലില്ല എന്നൊക്കെ നമ്മൾ പറയാൻ നിന്നാൽ നമ്മൾ പരാജയപ്പെട്ടവരാവും എന്ന് കരുതി നമ്മളൊക്കെ ഓരോരുത്തരും തെറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തെറ്റ് ചെയ്യുന്നത് നമ്മൾ മക്കറിനെ സൂക്ഷിക്കാത്തവനെ പോലെ ആവുകയും ചെയ്യും. നമ്മൾ അതാണ് മക്കറിനെ സൂക്ഷിക്കണം. ഇനി അഥവാ മക്കറിനെ സൂക്ഷിച്ചാൽ നമ്മളിലൊക്കെ തെറ്റ് സംഭവിക്കും. അള്ളാന്റെ മക്കറിനെ സൂക്ഷിച്ചാൽ നമുക്കൊക്കെ തെറ്റ് സംഭവിക്കാം. നമ്മൾക്ക് അങ്ങനത്തെ സാഹചര്യത്തിലാണ് ജീവിക്കണത്. അപ്പൊ നമ്മൾ തെറ്റ് സംഭവിച്ചുകൊണ്ട് ഒരാള് അയാളെ തെറ്റി സംഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്ത് തിജാനിയാണെന്ന് പറയാൻ ആരും പോരുത്. അങ്ങനെ പോയാൽ ആ പറയുന്ന ആൾ ത്വരീഖത്ത് പുറത്തു പോകും. അപ്പൊ ത്വരീഖത്ത് റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് ഫദ്ലിൻ വ ശുക്ർ. കാരണം തിജാനി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫദ്ലിന്റെയും ശുക്റിന്റെയും ത്വരീഖത്താണ്. ഫലാ ഇലാഹ ഇല്ലല്ലാഹ് മിൻഹു മറത്തൻ, ആരെങ്കിലും അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മുജറദീന, അത് അല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഖൈറു മിൻ ഇസ്തിഗ്റാഖി അമാലിൽ ഗൈരിഹിം മിൻ അഹ്ലിൽ ഖുലൂദ്, താല്പര്യങ്ങളുടെ പിന്നാലെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും താല്പര്യങ്ങളെ പിന്നാലെ പോകുന്ന ആളുകള് അവരുടെ ജീവിതം മുഴുവൻ ഉപയോഗിച്ച് അമല് ചെയ്യുന്നതിനേക്കാളും വലുതാണ് അള്ളാഹു അല്ലാത്ത ഒരു ചിന്ത, അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ഒഴിവാക്കിയിട്ട് ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്. ഒരു തിജാനിന്റെ അവസ്ഥ, അവൻ ചിലപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം ഒഴിവാക്കി ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത് ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹിനൊക്കെ വലുതാണ്. അതുകൊണ്ട് അവരോട് കളിക്കാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. മഖ്സൂദുന, അവൻ ഷെയ്ഖുകൾ ഇതിനെ എൻഡ് ചെയ്ത് പറയാണ്. മഖ്സൂദുന, എന്റെ ഉദ്ദേശം അൻ താരിഫ മാ ബുനിയത്ത് അലൈഹി ത്വരീഖ, ഈ ത്വരീഖത്തിന്റെ അടിസ്ഥാനമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഈ ഒരു എഴുത്തോണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹുവ വഖൂഫു ബാബില്ലാഹ് വബാബി നബിയിഹി വബാബി വലിയിഹി. അതെന്താണ്? ഈ ഒരു ഭാഗം, ഈ ഒരു പാരഗ്രാഫ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ രസകരമായ ഒരു ഭാഗമാണിത്. വഹുവ വഖൂഫു ബാബില്ലാഹ്, ഈ ത്വരീഖത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ വഖൂഫു ബാബില്ലാഹ്, അള്ളാഹിന്റെ കവാടത്തിൽ നിൽക്കലാണ്. വബാബി നബിയിഹി, അതുപോലെ തന്നെ അവന്റെ നബീന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിൽ നിൽക്കലാണ്. വബാബി വലിയിഹി, അതുപോലെ അവന്റെ വലിയന്റെ കവാടത്തിൽ നിൽക്കലാണ്. ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നത് ഈ മൂന്ന് എങ്ങനെ നിൽക്കലെന്നുള്ളത്, അതിഥിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിരുന്നു. വബില്ലാഹി ലാ ബി നഫ്സിക്, പക്ഷെ അവൻ അങ്ങനെ നിൽക്കേണ്ടത് തന്നെയാണ് അള്ളാഹിനെ കൊണ്ടല്ല, ലാ ബി നഫ്സിക്, നിങ്ങളെ കൊണ്ടല്ല, നമ്മൾ സ്വന്തം നഫ്സിനെ കൊണ്ടല്ല. അപ്പൊ നമ്മളിങ്ങനെ അള്ളാഹിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്, വിശ്വാസങ്ങൾ കവാടത്തിൽ നിൽക്കുകയാണ്, വലിയന്റെ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ കവാടത്തിൽ നിൽക്കുകയാണ്. നമ്മളെ നഫ്സിന്റെ കൈകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കരുത്. അത് അള്ളാഹിനെ കൊണ്ടാണ് നിൽക്കേണ്ടത്. ബിൽ അമലില്ലദീ ഉമിർത ബിഹി, എങ്ങനെ നമ്മൾ നിൽക്കേണ്ടത്? അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഒരു അമല് കൊണ്ടായിരിക്കണം. മുജറദ മിൻ നിസ്ബത്തിഹി, എന്നാലോ സ്വന്തമായ ഒരു കഴിവോ സ്വന്തമായ ഒരു കാര്യമോ അതിലേക്ക് ചേർത്തി വെക്കുകയും ചെയ്യരുത്. എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് കരുതരുത്. അള്ളാഹ് കൽപ്പിച്ച അനുസരിച്ചാണ് നിൽക്കേണ്ടത്. എന്നാൽ ആ നിൽക്കുന്നത് സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. വൈൻ ബാശർതഹു ഫലൈസ ലക മിൻഹു ശൈഅൻ, വൈൻ ബാശർതു ഫലൈസ ലക മിൻഹു ശൈഅൻ ഇല്ലാ അന്നക മഹല്ലു ളുഹൂരിഹി. കാരണം അവന് ഈ ഒരു അവസ്ഥ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനിലേക്കായിട്ടുള്ള ഒന്നും അതിനില്ല. അതായത് അവന്റെ സ്വന്തമായ ഒരു കഴിവ് അതിനില്ല. എന്താണത്? അത് എന്തുമാത്രമല്ല, അന്ന മഹല്ലു ളുഹൂരിഹി, അള്ളാഹു അവനിലൂടെ അത് വെളിവാക്കിയത് മാത്രമാണ്. അപ്പോ അവന് അള്ളാഹിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവാടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, വലിയന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് കൊണ്ടല്ല, അത് നിൽക്കുന്നത് അള്ളാഹു അവനിലൂടെ ആ കഴിവ് വെളിവാക്കിയത് മാത്രമാണ്. അപ്പൊ അതും ഒന്ന് മനസ്സിലാക്കണം. ഫതഅരിഫു അന്നക തുലിബത് ബിവളാഇഫിക അൽ അസ്ബാബുൽ ദുനിയവിയ്യത്തി വൽ ഉഖറവിയ്യത്തി മിൻ ത്വാഅ. നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ, ദുനിയവിയായ കാര്യങ്ങളാവട്ടെ ഉഖറവിയായ കാര്യങ്ങളാവട്ടെ, ആ കർത്തവ്യങ്ങൾ നിങ്ങൾ പാലിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് നിങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങളോട് ജോലി ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യണം. കുടുംബം പോറ്റാൻ പറഞ്ഞു, കുടുംബം പോറ്റണം. അത് ദുനിയവിയായ പല കാര്യങ്ങളാണ്. അതോടൊപ്പം നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കണം. നോമ്പോക്കാൻ പറഞ്ഞു, നോമ്പോക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് നിങ്ങളോടുള്ള കർത്തവ്യമാണ്. മുതഹമ്മിലും ബിവളായിഫി നതായിജ വഅല്ലാത്തിൽ അസ്ബാബി മിൻ ദിബ്ഹി വസവാബിൻ വജന്നത്തിൻ
വഫുറാനിൻ വരിദ്വാനിൻ വമഹബ്ബത്തിൻ വതഖരീബിൻ വസിറിൻ വഹാസിയത്തി വമുകാശഫത്തിൻ വൈരിഹാ മിൻ ഫവായിദിൽ അമാൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആട്ടോ. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ദുനിയാവിന്റെ ഉഹ്റവിയായിട്ടുള്ള അസ്ബാബുകൾ തേടാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ അതിനെ കൊണ്ടുള്ള ഫലങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യാൻ പറഞ്ഞു, ആ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ശമ്പളം കിട്ടുമോ, വരുമാനം കിട്ടുമോ, നമ്മൾ കുടുംബം നോക്കാൻ പറഞ്ഞു, നമ്മളോട് ശരീരം നോക്കാൻ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടക്കുക നമുക്കറിയില്ല. അസ്ബാബിന്റെ അതിനെ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങള്, സവാബ്, അതിന്റെ പ്രതിഫലങ്ങൾ, ജന്നത്തിൽ ഇപ്പൊ ആഖിറത്തിൽ നമ്മൾ പോയി നിസ്കരിച്ച് നോമ്പോറ്റു ഹജ്ജ് ചെയ്തു, അതുകൊണ്ട് പരലോകത്ത് ഈ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം. കാരണം അതിനെക്കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും സവാബ്, പ്രതിഫലവും, ജന്നത്ത്, സ്വർഗവും, മുഫ്രാനും, അത് നമ്മളുടെ പാപങ്ങൾ പുറത്തുവരലും, വരിദ്വാനും, അള്ളാഹിന്റെ തൃപ്തിയും, മഹബത്തും, സ്നേഹവും, തഖരീബ്, അള്ളാഹുവിനോടുള്ള അടുപ്പവും, വസിറൻ, അതുകൊണ്ട് കിട്ടുന്ന രഹസ്യങ്ങളും, വഹാസിയത്തിൻ, പ്രത്യേകമായ രഹസ്യങ്ങളും പ്രത്യേകതകളും, മുകാശഫത്തിൻ, അതുപോലെ ആത്മീയമായ വെളിപാടുകളും, വൈരിഹ, അതുപോലുള്ള മറ്റു കാര്യങ്ങളും, ഇൻ ഫവായിദിൽ അമാൽ, അമാലികളുടെ മറ്റു കാര്യങ്ങളും ഒക്കെ അത് അള്ളാന്റെ കർത്തവ്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താ, അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അള്ളാന്റെ കൽപ്പനയാണെന്ന് വിചാരിച്ച് ചെയ്യലാണ്. അതേസമയം അതിനെക്കൊണ്ട് കിട്ടുന്ന റിസൾട്ടുകൾ ഉണ്ടല്ലോ, അത് ദുനിയവിയായിട്ട് റിസൾട്ട് ആവട്ടെ, ആഖിറത്തിലുള്ള റിസൾട്ട് ആവട്ടെ, അത് അള്ളാന്റെ കാര്യമാണ്. അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഫത്റുക്ക് വലാഇഫുക്, അതുകൊണ്ട് അള്ളാഹിന്റെ കർത്തവ്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടണം എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം അത് അള്ളാന്റെ കർത്തവ്യമാണ്. നിങ്ങളെ കർത്തവ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അള്ളാന്റെ കർത്തവ്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഫത്റുക്ക് വലാഇഫുഹു, അള്ളാന്റെ വലായിഫുകളെ, അള്ളാന്റെ കർത്തവ്യങ്ങളെ ഒഴിവാക്ക്. അത് നിങ്ങളെ പരിപാടിയല്ല. അത് വലാ തതഅറദ ലഹാ ഇൻദൽ മലാബസത്തിൽ അമൽ വലാ ബി മുലാഹദത്തിൻ അതായത് ഈ അമലുകൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം പോലും നിങ്ങൾക്ക് വെക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതായത് നിങ്ങളിപ്പോ നിസ്കരിച്ചാവട്ടെ, നോമ്പ് വെക്കുന്നതാവട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്നതാവട്ടെ, കുടുംബം പോറ്റുന്നതാവട്ടെ, എന്തിനാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ലക്ഷ്യം പോലും നിങ്ങൾക്ക് വെക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് വലോബി മുലാഹലത്തിന് ഒരു ഒറ്റ ചെറിയൊരു ആഗ്രഹമാണെങ്കിൽ പോലും വെക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം അതൊക്കെ അള്ളാന്റെ കർത്തവ്യത്തിൽപ്പെട്ടതാ. അത് അള്ള ചെയ്തോളൂ. അത് അള്ള തരല അള്ളാന്റെതാണ്, ചെയ്യൽ മാത്രം നിങ്ങളുടേതുള്ളൂ. വലാ തറ അമലൻ ലക്ക മിൻക, കാരണം എന്താ, വലാ തറ അമലൻ ലക്ക മിൻക ഫഹുവ വഫ്കുക്. എന്ത് ചെയ്ത അള്ളാഹു ഈ അമല് എന്ത് ചെയ്താണ്, ഇത് നിങ്ങളുടെ അമലല്ല, അത് അവന്റെ അമലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ അമലായിട്ട് മനസ്സിലാക്കരുത്, അവന്റെ അമലാണ്. അവൻ നിങ്ങളിലൂടെ വെളിവാക്കിയതാണ്. നിങ്ങൾ അതിന് അള്ളാഹു യോഗ്യനാക്കിയതാണ്. അല്ലാതെ ഇത് നിങ്ങളെ അമലാന്ന് വിചാരിക്കരുത്. അപ്പൊ നിങ്ങളെ അമലാണെങ്കിലല്ലേ ഇത് എനിക്കിത് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അള്ളാന്റെതാണ്, എങ്ങനെ എനിക്കിത് വേണമെന്ന് പറയാൻ പറ്റുക? ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നു, അത് അള്ളാന്റെതാണെങ്കിൽ എനിക്ക് എങ്ങനെ ദുനിയാവിലാവുകൊണ്ട് ഇന്ന പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുക? ഞാനൊരു അമല് ചെയ്യുന്നു, അത് അള്ളാന്റെതായിരിക്കും, എനിക്ക് എങ്ങനെയാണ് അള്ളാഹോട് തന്നെ എനിക്ക് പരലോകത്തിന്റെ കാര്യം കിട്ടണമെന്ന് വിചാരിക്കാൻ പറ്റുക? ഒന്നും പറ്റൂല. ഇത് അള്ളാന്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അധികാരവും ഇല്ല. അള്ളാന്റെ കർത്തവ്യം അള്ള ചെയ്തോളൂ. അത് ചെയ്യണമെന്നുണ്ട് അള്ള ചെയ്തോളൂ, നിങ്ങൾ അതിലേക്ക് നോക്കണ്ട. ഫലാ യജൂസു ലക അൻ തുലാഹിള ഹാലത്തൽ അമലി ഇല്ലാ അംറൈൻ. ഇനി പറയുന്ന വളരെ രസകരമായിട്ടില്ല, ചിലപ്പോ നിങ്ങൾ ഇങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ടാവില്ല. വലാ യജൂസു ലക അൻ തുലാഹിള ഹാലത്തൽ അമലി ഇല്ലാ അംറൈൻ. അതായത് ഈ അമലുകളെ രണ്ട് വീക്ഷണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ. അതേ അനുവദനീയമായിട്ടുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നല്ല, ആകെ ഈ അമലുകളെ നോക്കിക്കാണാൻ രണ്ട് വീക്ഷണത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതേ അനുവദനീയമായിട്ടുള്ളൂ. എന്താണത്? വലൂല, ഒന്നാമത്തത് തർക്കുഹും അൻ തുലാഹദിൻ ഫി ഹാലത്തിൽ അമലി ബി അന്നക തഅബുദു ലിയുഹിബ്ബുകല്ലാഹ്. അവൻ ഒരു അമല് ചെയ്യുന്നത്, അവനൊരു അമല് ഒഴിവാക്കുന്നത് ഒക്കെ അവൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാവണം? അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയാവണം. അങ്ങനെ അവന് വേണമെങ്കിൽ എന്തേ നീയത്ത് വെക്കാം, ഈ അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ? ഫഇന്നഹു ഇൻ അഹബ്ബക ജറദക മിനൽ ഐരി വൽ ഐരിയതി. കാരണം ആരെങ്കിലും അള്ളാഹിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന് അള്ളാഹിലേക്ക് തിരിയുന്നത് ഒഴിവാവും, അള്ളല്ലാത്തൊരു അസ്തിത്വത്തിനെ കാണുന്നത് ഒഴിവാവും. ഫലാ യഹ്ദുറു മാ മഹബ്ബതിഹി ഫീ ഖൽബിക ശൈഉൻ മിനൽ അഖ്വാൻ. കാരണം ആരെങ്കിലും അള്ളാഹിനെ ഹൃദയത്തിൽ കൊണ്ടുനടന്നാൽ
സൃഷ്ടിയുള്ള ഒന്നും അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കൂല. അവന് ആ സൃഷ്ടിയിലേക്ക് നോക്കുന്ന ഒരു അവസ്ഥ അവനുണ്ടാവില്ല. ഫാദ വൈൻ കാനഫി അർദൽ മൊഹബത്തി ലാക്കിൻ യസൂലി ഇല തജിരീദ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറ്റുമെന്ന് പറഞ്ഞത്? ഇത് പറ്റുമെന്ന് പറഞ്ഞത് മൊഹബത്ത് വെക്കാൻ, അങ്ങനെ ആഗ്രഹം വെക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ആ അടിസ്ഥാനത്തിലല്ല. പക്ഷെ ഈ മൊഹബത്ത് വെച്ചാൽ തജ്രീദ് ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ടാണ്. അതായത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി ഒരു അമല് ചെയ്താൽ, ആ അമല് ചെയ്യുന്നതിലൂടെ അള്ളാഹിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, അല്ലാത്ത എല്ലാത്തിലേക്കും നോക്കുന്നതും തൊട്ടും, അല്ലാത്തൊരു അസ്തിത്വത്തിനെ കാണുന്നതും തൊട്ടും, അല്ലാത്ത മറ്റൊന്നതിലേക്ക് തിരിയുന്നതും തൊട്ടും നമ്മൾ ഒഴിവാവും. നമ്മൾ അള്ളാഹിലേക്ക് മാത്രമേ തിരിയുള്ളൂ. നമ്മളെ ലക്ഷ്യം അല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല. ദുനിയാവിലെ ആഖിറത്തിലെ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കൂല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിത്തീരും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മഹബത്ത് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അമല് ചെയ്യുന്ന അള്ളാഹിന്റെ മഹബത്ത് ചോദിച്ചുകൊണ്ടാവുന്നത് കുഴപ്പമില്ല. ഈ ഒരു അടിസ്ഥാനം അതിനുള്ളതുകൊണ്ട്. അപ്പൊ ഈ ഒരു ലക്ഷ്യം നേടുന്നത് കൊണ്ടാണ് അത് അനുവദനീയമാവുന്നത്. അല്ലെങ്കിൽ അതും അനുവദനീയല്ല. നമ്മൾ ഞാൻ അള്ളാഹിനെ ഈ ആരാധിക്കുന്ന ഈ സലാത്ത് എല്ലുന്നത് വിശ്വാസങ്ങളോട് സ്നേഹിക്കാൻ വേണ്ടിയാണ്, അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഈ ദിക്ർ എല്ലുന്നത്, അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത് പറയുന്നത്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതും അനുവദനീയല്ല. അനുവദനീയമാകുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ആ ലക്ഷ്യ പൂർത്തീകരണം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ആ സാനി ഒന്നാമത്തെ മനസ്സിലായല്ലോ. ഒന്നാമത്തെ എന്താണ്? അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ആ ഒരു ലക്ഷ്യം വെക്കാമാണെങ്കിൽ. രണ്ടാമത്തത് എന്താണ്? ഐ യാബുദുല്ലാഹി അലി വജീഹിൽ കരീം. അള്ളാഹിന്റെ മുഖത്തെ, അള്ളാഹിന്റെ തിരുമുഖണ്ടല്ലോ, അതിന്റെ വജീഹിനെ കാംക്ഷിച്ചുകൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുക. അള്ളാഹിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട്. ഫകുല്ലമൻ അബ്ദുല്ലാഹി ആയിരിഹി ഹാദൈൻ. ഈ രണ്ട് കാര്യത്തിലല്ലാതെ ആരെങ്കിലും അള്ളാഹിനെ ആരാധിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ, ഹാദിയിൽ അർദൈൻ, ഈ രണ്ട് ഉദ്ദേശങ്ങളിലൂടെ അല്ലാതെ, ഫൈബാദുഹു ഫാസിദത്തുൻ തറദ്ദു അലൈഹി, ഇത് ഈ രണ്ട് ഉദ്ദേശത്തിലൂടെ അല്ലാതാണ് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവനിലേക്ക് ആ ഇബാദത്ത് നാശമാക്കപ്പെടുകയും അവനിലേക്ക് അത് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. രണ്ട് ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, അള്ളാഹിനെ മഹബത്ത് വെക്കുക, അതിനു വേണ്ടി ചെയ്യാം. അതന്നെ ആ മൊഹബത്ത് വെക്കുന്ന എന്തായിരിക്കണം? ആ മൊഹബത്ത് വെക്കുന്നതിലൂടെ അല്ലാത്ത എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അത് അനുവദനീയമായത്. രണ്ടാമത്തെ അള്ളാഹിന്റെ വജീഹിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ വജീഹിന് വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇബാദത്ത് ചെയ്യാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ ദുനിയാവിൽ എന്തെങ്കിലും ഗുണം കിട്ടണം എന്ന് വിചാരിച്ച്, അല്ലെ ആഖിറത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടണം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ അവനിലേക്ക് ആ ഇബാദത്ത് വലിച്ചെറിയപ്പെടും. അതാണ് ഫകുല്ലമൻ അബ്ദുല്ലാഹി ആയിരി ഹാദൈനിൽ അർദൈൻ. ഈ രണ്ട് ഉദ്ദേശങ്ങളല്ലാതെ ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ ഫഇബാദത്തു ഫാസിദുൻ, അവന്റെ ഇബാദത്ത് ഫാസിദാണ്, അവന്റെ ഇബാദത്ത് ഒന്നിനും പറ്റൂല. തറദ്ദു അലൈഹി, അവനിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടും. ഇതിനർത്ഥം അവന് കൂലി ലഭിക്കില്ല എന്നോ ദുനിയാവിലെ ആഖിറത്തിലോ ഒന്നും ഗുണം കിട്ടില്ല എന്നല്ല. ഇബാദത്ത് കൊണ്ട് അതല്ലല്ലോ ഗുണം. ഇബാദത്ത് കൊണ്ട് ആരാണോ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അവനെ അറിയലല്ലേ, അവനെ അനുഭവിക്കലല്ലേ, അവന് ബോധ്യത്തിലായി നിൽക്കലല്ലേ, അതൊന്നും അതിന് കിട്ടൂല. അതുകൊണ്ട് ആ ഗുണങ്ങളൊന്നും അവനിലേക്ക് തടയപ്പെടും, അവനിലേക്ക് തന്നെ തിരിച്ച് മടക്കപ്പെടും. അള്ളാഹായറോ, കാരണം എന്തുകൊണ്ടാ? ഈ മനുഷ്യൻ അള്ളാഹിന്റെ മുകളിൽ ശിർക്ക് ചെയ്തിട്ടുണ്ട്. അള്ളാഹിനെ ആരാധിക്കുമ്പോ അള്ളാഹിന്റെ പുറമെ എനിക്ക് ദുനിയാവും വേണം, അള്ളാഹിന്റെ പുറമെ ആഖിറവും വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം നേടണം എന്ന് അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ ശിർക്ക് ചെയ്തവനായി. അവനുഷുറക്ക, കാരണം അള്ളാഹു ശിർക്കിൽ നിന്നൊക്കെ സുരക്ഷിതനാണ്, ആവശ്യമില്ലാത്തവനാണ്. അമലിൻ ഫീ ശിർക്കത്തിൻ യറുദ്ദു അലൈഹി, ആരെങ്കിലും ശിർക്ക് കൊണ്ട് ആണ് അമല് ചെയ്യുന്നെങ്കിൽ അതൊക്കെ അവനിലേക്ക് തന്നെ മടക്കപ്പെടും, എറിയപ്പെടും. വഹാദാനിൽ അള്ളാനി ഭാഗം കേട്ടോ. വഹാദാനി അള്ളാനി അദഅഫു വഹത്തു മാ ഇൻദ അഹ്ലി ത്വരീഖ. ഈ ത്വരീഖത്തിലെ അഹ്ലുകാരിലെ ഏറ്റവും ബലഹീനരായ ആളുകളുടെ ലക്ഷ്യമാണ് ഈ രണ്ടെണ്ണം. ഇത് നല്ല വലിയ ലക്ഷ്യമാണെന്ന് വിചാരിക്കരുത്. അതായത് അള്ളാഹിന്റെ മഹബത്ത് വെക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതും അള്ളാഹിന്റെ വജീഹിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഇബാദത്തൊന്നും അതിൽ വരെ എത്തലില്ല. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി, ആഖിറത്തിൽ പ്രാപിക്കാൻ വേണ്ടി, ആഖിബത്ത് നന്നാവാൻ വേണ്ടി, ഫത്ഹ് കിട്ടാൻ വേണ്ടി, മാരിഫത്ത് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ വെക്കുന്നത്. ഈ ലക്ഷ്യങ്ങളൊന്നും ഈ തലത്തിൽ വരൂല. ഇത് അനുവദനീയമായ ലക്ഷ്യങ്ങളേ അല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു അനുവദിച്ച ലക്ഷ്യമുണ്ട്, അതെന്ത് മാത്രമേ ഉള്ളൂ? അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, അള്ളാഹിന്റെ വജീഹിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മളെ ത്വരീഖത്തിന്റെ അഹലുകാരെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഉദ്ദേശമാണ്. അത് വലിയ നല്ല ഉദ്ദേശമായിട്ടൊന്നും പരിഗണിക്കപ്പെടേണ്ടതല്ല. അദാനി ഈ രണ്ടും, ആദാനിൽ അർദാൻ, ഈ രണ്ട് ലക്ഷ്യങ്ങളും അല്ലാഹു
വാഹത്തു മാ ഇന്ത അഹ്ലി ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽ ഏറ്റവും താഴെ കടയുള്ള ആളുകളുടെ ലക്ഷ്യമാണ്. വഹുല എന്നാലോ ഏറ്റവും ഉയർന്ന ആൾക്കാരുണ്ടോ, വാലാഹുമ ഏറ്റവും ഉയർന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെയോ തജറുദു മിൻ കുല്ലി മാ യുസമ്മി അർദൻ, അവർക്കൊരു ലക്ഷ്യം എന്ന സാധനം തന്നെ ഒഴിവാക്കിയവരാണ് അവര്. അതായത് അള്ളാഹുവിന്റെ അടുക്കല് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ പ്രത്യേകമായി ലക്ഷ്യം തന്നെ കാണാത്തവരാണ് അവർ. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞു ചെയ്യുന്നു, അല്ലാതെ അതിന് ഇന്ന കാര്യം കിട്ടണമെന്നും മഹബത്ത് കിട്ടണമെന്നും വരെ ആഗ്രഹിക്കാത്തവർ. അതുകൊണ്ട് എനിക്ക് അള്ളാഹിന്റെ വജഹിനെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ. ഒന്നുമില്ല, ഒരു കാര്യമില്ലാതെ അള്ളാഹിനെ ആരാധിക്കാം, ഒന്നും വേണ്ട, അള്ളാഹിന്റെ മഹബത്ത് വേണ്ട, കാഴ്ച വേണ്ട, മാരിഫത്ത് വേണ്ട, ഫത്ഹ് വേണ്ട, ദുനിയാവ് വേണ്ട, ആഖിറം വേണ്ട, ഒന്നും വേണ്ട, ഒരാഗ്രഹമില്ലാതെ അള്ളാഹിനെ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും ഉന്നതമായ പദവി, ഏറ്റവും ഉന്നതമായ അവസ്ഥ. ആലാഹുമ അതിൽ ഏറ്റവും ഉന്നതമായത് തജറുദു മിൻ കുല്ലി മാ യുസമ്മി അർദൻ, അർദ് അതായത് ഈ ലക്ഷ്യം എന്ന ലോകത്തെ എന്തൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിയവരാണ്. ബിഹൈസു ലാ യതഅറളു ബിഅമലിഹി ലിശൈഇൻ അസ്ലൻ, കാരണം അവര് ഒരു കാര്യവും അതിന്റെ മുകളിൽ ലക്ഷ്യമാക്കി വെക്കുന്നില്ല. അന്നഹു ഫിഉലു റബ്ബിഹി വലാ ദഖല ലഹു ഫീഹി, കാരണം എന്താ, എന്തുകൊണ്ടാണ് അവർ ലക്ഷ്യം വെക്കാത്തത്? നമുക്ക് തോന്നല്ല എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൂടെ, നമ്മളുടേതല്ല അമല്, ഇത്രയും ഖുർആൻ ഓതി, ഇത്രയും ദിക്റല്ലേ, ഇത്രയും സ്വലാത്തല്ലേ, എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൂടെ, നമ്മളുടെ തന്നെയല്ല അമല്, നമ്മൾ തോന്നുമല്ലോ. അല്ല, ലിഅന്നഹു എങ്ങനെ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റുക? ലിഅന്നഹു ഫിഅലു റബ്ബിഹി, ഇത് അള്ളാന്റെ ഫിയലല്ലേ, ഇതല്ല ഈ ഖുർആൻ ഓതുന്നത് ഇതാ നമ്മൾ ചെയ്തതാ, അള്ളാഹ് നമ്മളിലൂടെ വെളിവാക്കിയതാ. ദിക്റല്ലേ ഇത് നമ്മൾ ചെയ്താ, അള്ളാഹ് നമ്മളിലൂടെ വെളിവാക്കിയതാ. സ്വലാത്തില്ലേ ഇത് നമ്മൾ ചെയ്താ, അള്ളാഹ് നമ്മളിലൂടെ വെളിവാക്കിയ. ഹിദ്മത്ത് ഇത് നമ്മൾ ചെയ്താ, അള്ളാഹ് നമ്മളിലൂടെ വെളിവാക്കിയ. ഒന്നും നമ്മളുടേതല്ല, 100% നമ്മളുടേതല്ല. അങ്ങനെ നമ്മളുടേതല്ലാത്തൊരു കാര്യത്തിൽ ലക്ഷ്യം എങ്ങനെ വെക്കുക? വലാ ദഖല ലഹു ഫീഹി, അത് നമുക്ക് സ്വന്തമായി പ്രവേശനമൊന്നുമില്ലല്ലോ, നമ്മളുടേതാണെന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റും, നമ്മളുടേതല്ലല്ലോ. ഫകൈഫ യഅരിദു ഫഅല ആയിരിഹി ലിഅർദിഹി ഫഅർദിഹി, മറ്റൊരാളുടെ പ്രവർത്തനത്തിന് മുകളിൽ നമുക്ക് എങ്ങനെയാണ് കൂലി ചോദിക്കാൻ പറ്റുക? എന്ത് രസകരമായ ഒരു ചോദ്യമാണത്. അള്ളാഹിന്റെ പ്രവർത്തനത്തിന് മുകളിൽ നമ്മൾ കൂലി ചോദിക്കേ? അള്ളാഹിന്റെ പ്രവർത്തനത്തിന് മുകളിൽ നമ്മള് ഇത് വേണമെന്ന് പറയേ? എങ്ങനെയാ അത് സാധ്യമാവുക? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ അടിമയാണോ അവൻ ലക്ഷ്യം എന്ന സാധനം തന്നെ ഒഴിവാക്കിയവനാണ്. ഇന്ന ലക്ഷ്യം തന്നെ ഇല്ല, ലക്ഷ്യങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹ് കൽപ്പിച്ചു ചെയ്യുന്നു, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഉബൂദിയത്ത് എന്നതാണ് ഇപ്പൊ ഉബൂദ എന്ന് പറയുന്നൊരവസ്ഥ. ആരിഫിങ്ങള് നമ്മൾ ദവാറിലൊക്കെ നമ്മൾ പഠിക്കുന്നു ഉബൂദ എന്നാൽ അൾട്ടിമേറ്റ് ഉബൂദിയത്ത്. അവിടെ ഒരു ലക്ഷ്യവുമില്ല, ഒരു ആഗ്രഹവുമില്ല. നമ്മൾ ഉബൂദിയത്തിലാണ്, അടിമത്തത്തിലാണെന്നുള്ള ഫീലിംഗ് നമുക്ക് നഷ്ടപ്പെടും. എന്നിട്ട് അങ്ങനെ രൂപത്തിലുള്ള അടിമത്തം, അതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോ ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിക്കും, ഈ ഒരു ലോകം ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പുറലോകത്ത് സാധ്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു യാത്ര ചെയ്ത സമയത്ത് ഒരു 1-2 പരിപാടികൾ, ദീനി പരിപാടികളൊക്കെ, നാട്ടിൽ നടക്കുന്ന പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് മനസ്സിലായി, നമ്മളെ ലോകവും അവരുടെ ലോകവും വേറെ എന്തൊക്കെയോ ആണ്. അവര് എന്തൊക്കെയോ ദുനിയാവിന്റെ കാര്യങ്ങൾ പറയുന്നു, ആഖിറത്തിൽ നേടാൻ പറയുന്നു, കുറെ റിയാദകളെ പറ്റി പറയുന്നു, എന്തൊക്കെയേ പറയുന്നു. നമുക്കതൊന്നും മനസ്സിലാവണില്ല. നമ്മളെ ലോകം അതന്നെയല്ല, വേറെ ഏതോ ലോകം. അള്ളാഹു നമ്മളിവിടെ വെച്ചത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. നമുക്കിത് മനസ്സിലാവും. ഇത് വായിക്കുമ്പോൾ, ഇത് നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ എന്ത് രസകരമായിട്ടാണ് ദീൻ അനുഭവപ്പെടുന്നത്. ദീന്റെ സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതേസമയം ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ദീനിനെ കൊണ്ടെടുക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഹതഭാഗ്യരായി മാറുമായിരുന്നു. അള്ളാഹു നമ്മൾ കാത്തതല്ലേ. ഇതാണ് ഏറ്റവും ഉന്നതമായ ലക്ഷ്യം. ആലാഹ, അതാണ് ഇവിടെ ആലാഹ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ലക്ഷ്യം, അങ്ങേയറ്റത്തെ ലക്ഷ്യം. ഈ ലക്ഷ്യം എത്തിയാന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുന്ന. അവിടെ നമ്മൾ പറയാ, നമ്മൾ സുലൂക്കിലൊക്കെ ആത്മീയമായ യാത്രയിലൊക്കെ നമ്മളിപ്പോഴും പറയും, നമ്മൾ യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമില്ലാതിരിക്കലാണ്. നമ്മൾ പൂർണ്ണമായ ഉബൂദിയത്തിലാവാനാണ്. അള്ളാന്റെ ഖലീഫയിൽ പൂർണ്ണമായും സമർപ്പിക്കലാണ്. ഒരു അറിവും ഒരു ഗുണവും ദുനിയാവിലെ ആഖിറത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കലാണ്. ഇതാണ് നമ്മളെ അങ്ങേയറ്റത്തെ അവസ്ഥ. നമ്മളെപ്പോഴും പറയും, പക്ഷെ അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് പലപ്പോഴും പറ്റില്ല. അവിടേക്കോ എന്തൊക്കെയോ താല്പര്യങ്ങൾ പിന്നാലെ പോകും. എന്നിട്ട് അതൊക്കെ നമ്മൾ അള്ളാഹിന്റെ താല്പര്യങ്ങളാണ് വിചാരിക്കും. ലാസ്റ്റ് നമ്മളൊക്കെ പരാജയപ്പെടും. അള്ളാഹു നമ്മൾ കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ.